ബിസ്മില്ലാ അൽഹംദുലില്ലാ അസ്സലാത്തു വസ്സലാമു അലാ റസൂലില്ലാ വഅലാ ആലിഹി വസ്ഹാബിഹി അജ്മഈൻ അമ്മാ ബഅദ്. റബ്ബി ഇശ്റഹ് ലി സദ്രി വയസ്സിർ ലി അംരി വഹ്ലുൽ ഉഖ്ദതം മിൻ ലിസാനി യഫ്ഖഹു ഖൗലി. അല്ലാഹുമ്മ ലാ സഹല ഇല്ലാ മാ ജഅൽതഹു സഹല വഅൻത തജ്അലുൽ ഹസ്ന ഇദാ ശിഅ്ത സഹല. റബ്ബി സിദ്നാ ഇൽമൻ നാഫിഅ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. അപ്പം നമ്മൾ പഠിക്കാൻ പോകുന്നത് സൂറത്തുൽ കഹ്ഫിൻ്റെ 10, 11, 12 ആയകളാണ്. സൂറത്തുൽ കഹ്ഫിൻ്റെ പേരിന്, കഹ്ഫ് എന്നുള്ള പേരിന് ആസ്പദമായൊരു ചരിത്ര സംഭവമാണിത്. നമ്മൾ ഇൻട്രൊഡക്ഷൻ സമയത്ത് നമ്മളത് കണ്ടിരുന്നു. ഓക്കെ, അപ്പം ഈ ഒരു 10, 11, 12 ആയകൾ ഈ ഒരു ചരിത്ര സംഭവത്തിൻ്റെ ഒരു ബ്രീഫ് സമ്മറിയാണ്. അതിൻ്റെ ഒരു ചുരുക്ക വിവരം. അസ്ഹാബുൽ കഹ്ഫിൻ്റെ കഥയുടെ അല്ലെങ്കിൽ ചരിത്ര സംഭവത്തിൻ്റെ ഒരു ചുരുക്ക വിവരണമാണ് ഈ 3 ആയകളിലൂടെ അള്ളാഹു സുബ്ഹാനഹു വ തആല നമുക്ക് പറഞ്ഞു തരുന്നത്. ഓക്കെ, അപ്പോൾ നമ്മൾ നേരത്തെ കണ്ടിരുന്നു, മക്കയിലെ സത്യനിഷേധികൾ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയെ ഉത്തരം മുട്ടിക്കാൻ വേണ്ടി മദീനയിലെ ജൂതന്മാരോട് കുറേ ചോദ്യങ്ങൾ ശേഖരിച്ചിരുന്നു. ആ ചോദ്യത്തിൽ പെട്ട ഒരു ചോദ്യമാണ് അസ്ഹാബുൽ കഹ്ഫിൻ്റെ സംഭവം. അപ്പോൾ ഇത് ജൂതന്മാർക്ക് നേരത്തെ അറിയായിരുന്നു. അഹ്ലുൽ കിതാബുകാർക്ക്, ജൂതന്മാർക്കും ക്രിസ്ത്യാനികൾക്കൊക്കെ നേരത്തെ അറിയുന്ന ഒരു കാര്യമാണിത്, ഒരു സംഭവമാണിത്. പക്ഷേ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് അറിയില്ല. അപ്പോൾ അതുകൊണ്ട് തന്നെയാണ് ഉത്തരം മുട്ടിക്കാൻ വേണ്ടി ഇത്തരമൊരു ചോദ്യം അവർ ചോദിക്കുന്നത്. അപ്പോൾ അവരെ സംബന്ധിച്ചിടത്തോളം, അഹ്ലുൽ കിതാബുകാരെ സംബന്ധിച്ചിടത്തോളം അവർ അത്യധികം പ്രാധാന്യം കൽപ്പിച്ച ഒരു സംഭവമായിരുന്നു അസ്ഹാബുൽ കഹ്ഫിൻ്റെ സംഭവം. ഓക്കെ, അതുകൊണ്ട് തന്നെയാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല ആയത്ത് നമ്പർ, നമ്മൾ കഴിഞ്ഞ ക്ലാസ് പഠിച്ചതാണ്, ആയത്ത് നമ്പർ 9. അള്ളാഹു റസൂലിനോട് ചോദിക്കുന്നുണ്ട്, ഗുഹയുടെയും റഖീമിൻ്റെയും ആൾക്കാർ എന്ന് പറഞ്ഞാൽ അസ്ഹാബുൽ കഹ്ഫിൻ്റെയും അതിൽ റഖീം എന്ന് പറഞ്ഞാൽ അതിൻ്റെയും ആൾക്കാർ നമ്മുടെ ദൃഷ്ടാന്തങ്ങളിൽ ഒരു ആശ്ചര്യമായിരുന്നുവെന്ന് നീ വിചാരിക്കുന്നുവോ എന്നാണ് 9-ാമത്തെ ആയത്തിൽ ചോദിച്ചത്. എന്ന് പറഞ്ഞാൽ അതിനേക്കാൾ അത് അത്ര വലിയ ആശ്ചര്യമൊന്നുമല്ല അല്ലേ, അഹ്ലുൽ കിതാബുകാർ കൊടുക്കുന്ന അത്ര വലിയ ഇമ്പോർട്ടൻസ് അല്ലെങ്കിൽ അത്ര വലിയ ആശ്ചര്യമുള്ളൊരു സംഭവമൊന്നുമല്ല. അള്ളാഹു സുബ്ഹാനഹു വ തആലയുടെ ബാക്കിയുള്ള ദൃഷ്ടാന്തങ്ങൾ വെച്ച് നോക്കുമ്പം അല്ലേ, അതത്ര വലിയൊരു അത്ഭുതമല്ല എന്നാണ് അള്ളാഹു പറയുന്നത്. ആകാശഭൂമികളുടെ സൃഷ്ടിപ്പും അല്ലേ, രാവും പകലും ഒക്കെ മാറി മാറി വരുന്നതും, കടലുകൾ, കപ്പലുകൾ അല്ലേ, അതൊക്കെ മനുഷ്യനെ അധീനപ്പെടുത്തി കൊടുത്തതെല്ലാം ഇതിനേക്കാൾ എത്രയോ വലിയ, അതുപോലെ തന്നെ ആകാശത്തിൻ്റെ സൃഷ്ടിപ്പ് മനുഷ്യൻ്റെ സൃഷ്ടിപ്പിനേക്കാൾ ബുദ്ധിമുട്ടുള്ളതാണ് എന്ന് അള്ളാഹു നമുക്ക് പറഞ്ഞു തരുന്നുണ്ട്. ഓക്കെ, അപ്പോൾ ഈ ഒരു സംഭവം ആശ്ചര്യമില്ല എന്നല്ല, ആശ്ചര്യം തന്നെയാണ്. പക്ഷേ ഏറ്റവും കൂടുതൽ ആശ്ചര്യം അതിന് കൊടുക്കേണ്ട ആവശ്യമില്ല എന്നുള്ളതാണ് പറയുന്നത്. ഓക്കെ, അപ്പോൾ ചോദിച്ചപ്പം റസൂലിന് അറിയില്ല അല്ലേ. അപ്പോൾ അള്ളാഹു സുബ്ഹാനഹു വ തആല അവർക്ക്, അഹ്ലുൽ കിതാബുകാർക്ക് ഉള്ളതിനേക്കാൾ, അവരുടെ കയ്യിലുള്ളതിനേക്കാൾ നിരവധി യാഥാർത്ഥ്യങ്ങൾ അള്ളാഹു എന്ത് ചെയ്തു, റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് വിശുദ്ധ ഖുർആനിലൂടെ ഇറക്കി കൊടുത്തു. ഓക്കെ, അപ്പോൾ ഈ കഥയുടെ ഒരു ചുരുക്ക വിവരണം എന്താണെന്ന് വെച്ചാൽ, സത്യവിശ്വാസം സംരക്ഷിക്കാൻ വേണ്ടി ആ നാട്ടിലെ ഭരണാധികാരിയിൽ നിന്നും രക്ഷപ്പെട്ട് ഗുഹയിൽ അഭയം പ്രാപിച്ച ഒരു കൂട്ടം യുവാക്കളുടെ കഥയാണിത്. അപ്പോൾ ആ ഒരു നാട്ടിലെ രാജാവ്, അയാളും അയാളുടെ ആൾക്കാരും സൈന്യങ്ങളും ഷിർക്കിന് വേണ്ടി പ്രചാരണം നടത്തുന്ന ആളുകളായിരുന്നു. ഷിർക്കായിരുന്നു അവർക്ക് പ്രധാനം, അവരുടെ മതം ഷിർക്കായിരുന്നു. അപ്പോൾ ക്രിസ്ത്യാനിറ്റിയിലുള്ള ആൾക്കാരാണ്, ക്രിസ്ത്യൻ മതവിശ്വാസികളാണ് അതിൽ ഷിർക്ക് ചെയ്യുന്ന ആൾക്കാർ. ഓക്കെ, അപ്പോൾ ഈ ഷിർക്കിന് വേണ്ടി അയാൾ എന്ത് ചെയ്തു, നാട്ടിലെ ജനങ്ങളെല്ലാം നിർബന്ധിക്കുകയും അത് കൂട്ടാക്കാത്തവരെ ആക്രമിക്കുകയും ചെയ്യുന്ന ഒരു ഭരണാധികാരിയായിരുന്നു. അപ്പോൾ അയാളുടെ അദ്ദേഹത്തിൻ്റെ അക്രമത്തിൽ നിന്നും രക്ഷപ്പെടാൻ വേണ്ടിയാണ് ഈ ചെറുപ്പക്കാരെന്ത് ചെയ്തത്, ആ നാട് വിട്ട് ഓടിപ്പോയത്.
അങ്ങനെ അവർ ചെന്നെത്തിയത് ഒരു ഗുഹയ്ക്കകത്താണ്. അതാണ് അസ്ഹാബുൽ കഹ്ഫിൻ്റെ കഥ നമുക്ക് പഠിക്കാനുള്ളത്. ഇൻഷാ അല്ലാഹ് ഇനി നമുക്ക് ആയത്തിലോട്ട് പോവാം. 10ാമത്തെ ആയ, നമുക്കതിൻ്റെ മീനിങ് നോക്കാം. ഫസ്റ്റ് ഇത് അവ. ഇത് എന്ന് പറഞ്ഞാൽ സന്ദർഭം. ഇത് എന്ന് പറഞ്ഞാൽ സന്ദർഭം. അപ്പോൾ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ശ്രദ്ധ പിടിച്ചു പറ്റാനുള്ളൊരു വാക്കാണ് ഇത്. ഓക്കെ, അതിൻ്റെ മീനിങ് സന്ദർഭം, ഒരു പ്രവൃത്തി നടക്കുന്ന സന്ദർഭത്തിനാണ് ഇതെന്ന് പറയുന്നത്. അപ്പോൾ ഇത് എന്ന് പറയുന്നത് കഴിഞ്ഞു പോയ സംഭവമാണ്. ഇപ്പോൾ വിശുദ്ധ ഖുർആനിൽ 239 തവണ വന്ന ഒരു വാക്കാണ് എന്ത്? ഇത്. ഇത്. അപ്പോൾ ഇത് എന്നുള്ള അതിൻ്റെ മീനിങ് നമ്മൾ പഠിച്ചു വെച്ചാൽ നമുക്ക് എവിടെ കണ്ടാലും ഒരു കഴിഞ്ഞു പോയ സംഭവത്തിൻ്റെ സന്ദർഭത്തിനെ സൂചിപ്പിക്കാനാണ് ഇത് ഉപയോഗിക്കുന്നത്. അതിനടുത്തത് അവ. ഇത് അവ. അവ എന്ന് പറഞ്ഞാൽ അഭയം പ്രാപിച്ചു. അഭയം പ്രാപിച്ചു. അവ. അത് നമ്മൾ കേട്ടിട്ടുണ്ടാവും വിശുദ്ധ ഖുർആനിൽ വാ എന്ന് പറഞ്ഞാൽ അഭയകേന്ദ്രം. അത് ഈ അവ എന്നുള്ള വാക്കിൽ നിന്നാണ് വാ, അഭയകേന്ദ്രം. ഓക്കെ, അപ്പോൾ അഭയം പ്രാപിച്ചു ആര്? അൽ ഫിത്തിയത്തു. അൽ ഫിത്തിയത്തു എന്ന് പറഞ്ഞാൽ ആ യുവാക്കൾ, ഒരു സ്പെസിഫിക് യുവാക്കൾ. അല്ല് കൂടി ചേർന്നാൽ അറിയപ്പെടുന്ന ഏതെങ്കിലും യുവാക്കളല്ല, ഒരു പർട്ടിക്കുലർ, ഒരു പ്രത്യേക യുവാക്കൾ. അൽ ഫിത്തിയത്തു. അൽ ഫിത്തിയത്തു എന്നുള്ളത് ബഹുവചനാണ്. അതിൻ്റെ സിംഗുലർ ഫത്തൻ. ഫത്തൻ എന്ന് പറഞ്ഞാൽ യുവാവ്. ഫത്തൻ യുവാവ്. ഫിത്തിയത്തുൻ യുവാക്കൾ. ഓക്കെ, യുവാക്കൾ എന്ന് പറഞ്ഞാൽ നല്ല ശക്തിയും എന്താണ് എല്ലാ യുവത്വത്തിൻ്റെ എല്ലാ സ്വഭാവങ്ങളുമുള്ള യുവാവ്, അതാണ് ഫത്തൻ. ഇലൽ കഹ്ഫി. ഇലൽ കഹ്ഫി എന്ന് പറഞ്ഞാൽ കഹ്ഫിൽ, ഗുഹയിൽ. ഇലൽ കഹ്ഫി. ഇല ഇൽ എന്നാണ്. ഇലേക്ക്. ഇല എന്ന് പറഞ്ഞാൽ ഇലേക്ക്, അല്ലെങ്കിൽ മുകളിൽ എന്നൊക്കെ നമ്മൾ നേരത്തെ പഠിച്ചിട്ടുണ്ട്. അപ്പോൾ ഇലയും വിശുദ്ധ ഖുർആനിൽ ഒരുപാട് തവണ വന്ന വാക്കാണ്, ഒരു ഹർഫാണ്. അപ്പോൾ അത് നമ്മൾ നേരത്തെ പഠിച്ചിട്ടുണ്ട് അല്ലേ? ഹർഫ് ജർ എന്ന് പറഞ്ഞിട്ട് നമ്മൾ പഠിച്ചിട്ടുണ്ട്. ഹർഫ് ജർ എന്ന് പറഞ്ഞാൽ ഈ ഇല ഇവിടെ വന്നത് കൊണ്ടാണ് കഹ്ഫിന് കെസ്റ വന്നത്. ഇലൽ കഹ്ഫി. ഇലൽ കഹ്ഫി നമ്മൾ നേരത്തെ പഠിച്ചിരുന്നു. ഇലൽ അർദി അല്ലേ? ഭൂമിയിൽ. ഭൂമിയിൽ എന്നുള്ളതിന് ഇലൽ അർദി. ഇലൽ കഹ്ഫി. കഹ്ഫിലേക്ക്. ഓക്കെ. ഫഖാലു. അവർ കഹ്ഫിലേക്ക് പോയിട്ട് അവരെന്ത് പറഞ്ഞു? ഫഖാലു. ഖാലു എന്ന് പറഞ്ഞാൽ കാലയാണ് അതിൻ്റെ പാസ്റ്റ് ടെൻസ്. കാലയും അതിൻ്റെ വ്യത്യസ്ത രൂപങ്ങളും വിശുദ്ധ ഖുർആനിൽ 1719 തവണ വന്നിട്ടുണ്ട്. അപ്പോൾ നമ്മൾ കാല എന്നുള്ളൊരു വാക്കിൻ്റെ മീനിങ് പഠിച്ചാൽ പറഞ്ഞു. കാല എന്ന് പറഞ്ഞാൽ അവൻ പറഞ്ഞു എന്നാണ്. കാല അവൻ പറഞ്ഞു. അതിൻ്റെ ബഹുവചനാണ് എന്ത്? കാലു. കാലു അവർ പറഞ്ഞു. ഫഖാലു അപ്പോൾ അവർ പറഞ്ഞു. അപ്പോൾ തന്നെ ഈ ഫ യൂസ് ചെയ്യുന്നത് ഗുഹയിലെത്തിയ അപ്പം തന്നെ, ഗുഹയിലോട്ടെത്തി ആ ഉടനെ തന്നെ നടക്കുന്ന സംഭവത്തിനാണ് ഫ. ഒരു സംഭവം നടന്നിട്ട് അത് ഉടനെ തന്നെ നടക്കുന്ന മറ്റൊരു സംഭവത്തിനെ സൂചിപ്പിക്കാനാണ് ഫ യൂസ് ചെയ്യുന്നത്. ഫ എന്ന് പറഞ്ഞാൽ അപ്പം തന്നെ. ഫഖാലു അപ്പോൾ തന്നെ അവരെന്ത് ചെയ്തു? അവർ പറഞ്ഞു. അവരെന്താ പറഞ്ഞത്? റബ്ബന ഞങ്ങളുടെ റബ്ബേ. ഈ ന എന്നുള്ളത് ബഹുവചനത്തിനെ സൂചിപ്പിക്കാനാണെന്ന് നമുക്ക് നേരത്തെ പഠിച്ചിട്ടുണ്ടായിരുന്നു. ബഹുവചനത്തിനെ സൂചിപ്പിക്കാനും അള്ളാഹു സുബ്ഹാനഹു വ തആല അള്ളാഹുവിനെ സൂചിപ്പിക്കാൻ വേണ്ടി അള്ളാഹു ചെയ്ത പ്രവർത്തനത്തിന് ന യൂസ് ചെയ്യാറുണ്ട്. അവിടെ മാത്രമേ ഉള്ളൂ സിംഗുലറായിട്ട് ഉള്ളതിൽ ന വരുന്നത്. ബാക്കിയുള്ള എല്ലാ കേസിലും ബഹുവചനമായിട്ട് പ്ലൂറലായിട്ടാണ് എന്ത് വരുന്നത്? നാം. നാമിൻ്റെ മീനിങ് നാം. റബ്ബന ഞങ്ങളുടെ റബ്ബേ. റബ്ബന ഞങ്ങളുടെ റബ്ബേ. ആത്തിന അവിടെ ന ഉണ്ട്. ആത്തിന ഞങ്ങൾക്കു നൽകണമേ. ആത്തിന ഞങ്ങൾക്ക് നൽകണമേ. എന്താണ് നൽകേണ്ടത്? മില്ലതുങ്ക. മില്ലതുങ്ക. മിൻ എന്ന് പറഞ്ഞാൽ ഇൽ നിന്ന്. ഇൽ നിന്നാണ്. ലത് കൈ. ക നിൻ്റെ. അപ്പോൾ അള്ളാഹു സുബ്ഹാനഹു വ തആലയോട് ഈ ആളുകൾ, ഈ യുവാക്കൾ പറയാണ് മില്ലതുങ്ക നിൻ്റെ കയ്യിലുള്ള, അല്ലെങ്കിൽ നിൻ്റെ പക്കലുള്ള. മില്ലതുങ്ക എന്ന് പറഞ്ഞാൽ നിൻ്റെ പക്കലുള്ള, നിന്നിലുള്ള. മില്ലതുങ്ക റഹ്മത്തൻ. റഹ്മത്ത് എന്ന് പറഞ്ഞാൽ കാരുണ്യം അല്ലെങ്കിൽ അനുഗ്രഹം.
വഹയ്യ് വഹയ്യ് ഞങ്ങൾക്ക് സജ്ജമാക്കി തരികയും ചെയ്യണമേ. ഹയ്യ് ഹയ്യ് എന്ന് പറഞ്ഞാൽ ഒരു അമ്ര കൽപ്പന രൂപത്തിൽ ഉള്ളൊരു വാക്കാണ് ഹയ്യ്. വാവ് ആൻഡ് എന്നുള്ള വാവാണ്. നേരത്തെ പറഞ്ഞ കാര്യവും ഇതും കൂടി കൂട്ടി യോജിപ്പിക്കാൻ വേണ്ടി ഉപയോഗിക്കുന്നതാണ് വാവ്. ഓക്കെ, വാവ് ആൻഡ്. വഹയ്യ് ഞങ്ങൾക്ക് ഒരുക്കി തരുകയും ചെയ്യണമേ. എന്ത്? ലന. ലന എന്ന് പറഞ്ഞാൽ ഞങ്ങൾക്ക്. ലന ലി പ്ലസ് നഹ്നുവാണ്. ലന ഞങ്ങൾക്ക്. മിൻ അംരിന. മിൻ അംരിന. മിൻ ഇൽ നിന്ന്, അംരിന മിൻ അംരിന ഞങ്ങളുടെ കാര്യത്തിൽ. ഞങ്ങളുടെ കാര്യത്തിൽ നിന്നെന്ന് പറഞ്ഞാൽ ഞങ്ങളുടെ കാര്യത്തെ സംബന്ധിച്ച്. അൻ അംരിന ഞങ്ങളുടെ കാര്യത്തെ സംബന്ധിച്ച്. റഷദൻ നേർമാർഗം, തൻ്റെ ഇടം. റഷദൻ എന്ന് പറഞ്ഞാൽ നേർമാർഗം. അപ്പോൾ ഇവിടെ രണ്ട് സംഭവങ്ങളാണ് നടക്കുന്നത്. ഒന്നെന്താണ്? ഒന്നാമത്തത് അവർ ഗുഹയിൽ അഭയം പ്രാപിച്ചു, അല്ലേ? അവർ ഗുഹയിൽ അഭയം പ്രാപിച്ചു. അതാണിത് ഒന്നാമത്തെ സംഭവം. പിന്നെ അവരെന്ത് ചെയ്തു? അവർ പറഞ്ഞു. ഗുഹയിൽ അഭയം തേടിയതിന് ശേഷം അവരുടെ സംസാരമാണ്. അവരെന്താ പറയുന്നത്? റബ്ബന, അല്ലേ? ഇത്രയും കാര്യങ്ങളാണ് അവർ പറയുന്നത്. അപ്പോൾ ഒന്നാമത്തെ സംഭവം അവർ ഗുഹയിലേക്ക് അഭയം പ്രാപിച്ചു. രണ്ടാമത്തത് ആ ഗുഹയിൽ എത്തിയ ഉടനെ തന്നെ അവരെന്ത് ചെയ്തു? അവർ പറഞ്ഞു. അവരെന്താ പറഞ്ഞത്? റബ്ബന ആതിന മിൻ ലദുൻക റഹ്മതൻ വഹയ്യി ലനാ മിൻ അംരിന റഷദ. ഞങ്ങളുടെ റബ്ബേ, ഞങ്ങൾക്ക് നിൻ്റെ പക്കലുള്ള കാരുണ്യം നൽകണമേ. അതേപോലെ തന്നെ നീ എന്തും കൂടി ചെയ്യണം? ഞങ്ങളുടെ കാര്യം നേരാംവണ്ണം നിർവഹിക്കുവാൻ നീ സൗകര്യം നൽകുകയും ചെയ്യണമേ. ഞങ്ങളുടെ കാര്യം നേരാംവണ്ണം നിർവഹിക്കാൻ നീ സൗകര്യം നൽകുകയും ചെയ്യണമേ. അപ്പോൾ ഇതൊരു ദുആയാണ്. നമ്മൾ സാധാരണ ചൊല്ലാറുള്ള പ്രാർത്ഥിക്കാറുള്ള ഒരു ദുആയാണിത്, അല്ലേ? റബ്ബന നിങ്ങൾ ദുആ ചെയ്യാറുണ്ടാവും, അല്ലേ? ഈ ഒരു ദുആ നിങ്ങൾ ചെയ്യാറുണ്ടാവും. റബ്ബന ആതിന മിൻ ലദുൻക റഹ്മതൻ വഹയ്യി ലനാ മിൻ അംരിന റഷദ. അപ്പോൾ ഇവിടെ ഞാൻ പറഞ്ഞ രണ്ട് സംഭവങ്ങളാണുള്ളത് എന്ന്. അപ്പോൾ നമ്മൾ ഇതിൻ്റെ ഒരു പശ്ചാത്തലം നോക്കുകയാണെങ്കിൽ അവർ ഗുഹയിലെത്തിയില്ലേ? ഈ രാജാവിനെയും പരിവാരങ്ങളെയും ഭയന്നുകൊണ്ട് ആണ് എന്ത് ചെയ്യുന്നത്? അവർ ഗുഹയിലെത്തിയത്. അപ്പോൾ ഗുഹയിലേക്ക് പോയത് എന്തിനാണെന്ന് വെച്ചാൽ അവരുടെ ഈമാനിനെ സംരക്ഷിക്കാൻ വേണ്ടിയാണ്. ഈമാനിൽ ഉറച്ച് നിൽക്കാൻ വേണ്ടിയാണ് അവരെന്ത് ചെയ്തത്? ഗുഹയിലോട്ട് പോയത്, അല്ലേ? അപ്പോൾ അത് അവരുടെ സത്യവിശ്വാസത്തിൻ്റെ ശക്തമായ സത്യവിശ്വാസത്തിൻ്റെ ഒരു ഉദാഹരണമാണത്. അവർ ഗുഹയിലേക്ക് പോയി എന്നുള്ളത്. പിന്നീട് ഗുഹയിലേക്ക് പോയതിന് ശേഷവും പെട്ടെന്ന് തന്നെ അവർ ദുആയാണ് ചെയ്തത്, അല്ലേ? അപ്പോൾ അവരുടെ ദുആ ചെയ്യാനുള്ള ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ അവരെത്തിയിരിക്കുന്നത് ഒരു ഗുഹയ്ക്കകത്താണ്, അല്ലേ? ആ ഗുഹയ്ക്കകത്താണ്. അവർക്ക് അവിടെ എന്തില്ല? ഭക്ഷണമോ, അല്ലേ? ജീവിക്കാൻ ആവശ്യമായ യാതൊരു ജീവിതോപാധികളും ഇല്ലാത്തൊരു സ്ഥലത്താണ് അവർ എത്തിയിരിക്കുന്നത്. അപ്പോൾ അവർ സാധാരണഗതിയിൽ, അല്ലേ, നമ്മൾ അങ്ങനെയുള്ളൊരു സ്ഥലത്ത് നമുക്ക് പുറത്തിറങ്ങാൻ പറ്റില്ല, അല്ലേ? അവർക്ക് പുറത്തിറങ്ങാൻ പറ്റില്ല. പുറത്തിറങ്ങിയ എന്താ പ്രശ്നം, അല്ലേ? രാജാവും രാജാവിൻ്റെ പരിവാരങ്ങളും അവരെ കണ്ടു കഴിഞ്ഞാൽ ഒന്നുകിൽ ഇവരെ ബാധിക്കും, അല്ലെങ്കിൽ ഇവരെ പിടിച്ചിട്ട് ഈ ഷിർക്കിൻ്റെ ഗ്രൂപ്പിലോട്ട് ആഡ് ചെയ്യും, കൂട്ടും. അപ്പോൾ ഇത് രണ്ടിനും അവർക്ക് താല്പര്യമില്ല, അല്ലേ? ഷിർക്കിലേക്ക് കൂടി ഭൂമിയിൽ അല്ലെങ്കിൽ അലങ്കാരത്തിൽ ജീവിക്കാനും താല്പര്യമില്ല, മരിക്കുന്നതിന് ആർക്കും താല്പര്യം ഉണ്ടാവില്ലല്ലോ. അപ്പോൾ അതുകൊണ്ട് തന്നെ അവർക്ക് പുറത്തിറങ്ങാൻ പറ്റില്ല. ഈ ഗുഹയ്ക്കകത്താണെങ്കിൽ എന്തില്ല? അവർക്ക് ജീവിക്കാനുള്ള യാതൊരു സൗകര്യങ്ങളും അതിനകത്തില്ല. അപ്പോൾ അവരെന്ത് ചെയ്യുന്നു? അവർ വിശ്വസിക്കുന്ന, അല്ലേ, അള്ളാഹു താലയോട് അവരെന്ത് ചെയ്യുന്നു? അതിനുള്ള സൗകര്യം ചോദിക്കുക ചെയ്യുന്നത്, അല്ലേ? അള്ളാഹു താലയുടെ, അല്ലേ, റഹ്മത്തിൻ്റെ ഉടമയായ അല്ലെങ്കിൽ റഹ്മത്തിൻ്റെ ഉറവിടമായ അള്ളാഹു താലയ്ക്ക് മാത്രമേ എന്ത് ചെയ്യാൻ പറ്റൂ? അവരെ സഹായിക്കാൻ പറ്റുള്ളൂ. അതാണ് ഈ പ്രാർത്ഥനയുടെ പ്രാധാന്യം. ഓക്കെ. അപ്പോൾ അവരുടെ കാര്യത്തിൽ
എല്ലാ കാര്യത്തിലും അവർക്ക് വേണ്ട കാര്യങ്ങളെല്ലാം എത്തിച്ചു കൊടുക്കാൻ അല്ലെങ്കിൽ സജ്ജീകരിച്ച് കൊടുക്കാനും അവർക്ക് കാരുണ്യം ലഭിക്കാനൊക്കെ ഉള്ള ഒരു ഏക മാർഗം ഏത് മാത്രമേ ഉള്ളൂ? അല്ലാഹു സുബ്ഹാനഹു വ തആല മാത്രമേ ഉള്ളൂ. ഓക്കെ, അപ്പോൾ നമ്മൾ സത്യവിശ്വാസികൾ എന്നുള്ള നിലക്ക് നമ്മളും പതിവാക്കേണ്ട ഒരു പ്രധാനപ്പെട്ട ഒരു ദുആയാണ് ഈ ഒരു ദുആ. ഓക്കെ, ഈ ഇവിടെ മുതലാണ് ദുആ സ്റ്റാർട്ട് ചെയ്യുന്നത്. അത്രയും ദുആയുടെ ഭാഗമാണ്. ഓക്കെ, പിന്നെ അതേപോലെ തന്നെ റഹ്മത്തും റഷദും അല്ലേ, രണ്ട് കാര്യത്തിനാണ് ചോദിക്കുന്നത്. റഷദാൻ്റെ റഹ്മത്ത്, ഈ രണ്ട് കാര്യങ്ങളും ആർക്ക് മാത്രമേ നൽകാൻ പറ്റൂ? അല്ലാഹു തആല നൽകിയാലേ അത് കറക്റ്റാവുള്ളൂ. കാരുണ്യം എന്നൊക്കെ പറയുന്നത് മനുഷ്യന്മാർക്ക് നിന്ന് ലഭ്യമാവും, പക്ഷേ അതൊക്കെ എന്താണ്, താൽക്കാലികമാണ് അല്ലേ. സ്ഥിരമായിട്ട് നമുക്ക് കിട്ടിക്കൊള്ളണമെന്നില്ല, നമുക്ക് ആവശ്യമുള്ളപ്പോൾ സമയത്ത് കിട്ടിക്കൊള്ളണമെന്നില്ല അല്ലേ. അവർക്ക് ഇഷ്ടമുണ്ടെങ്കിൽ, എത്ര നമുക്ക് വേണ്ടപ്പെട്ട ആൾക്കാരാണെങ്കിലും അത് തരുന്ന ആൾക്കാർക്ക് ഇഷ്ടമുണ്ടെങ്കിൽ മാത്രം അവർ തരും അല്ലേ. അല്ലെങ്കിൽ ചിലപ്പോൾ നമുക്ക് കാരുണ്യം തരുന്ന ആൾക്കാർ നമ്മുടെ കൂടെ ഉണ്ടാവണമെന്നില്ല. എല്ലാ കാലവും നമുക്ക് കൂടെ ഉണ്ടാവണമെന്നില്ല, എല്ലാ കാലവും എല്ലാ സമയത്തും എല്ലാ ആവശ്യത്തിനും ലഭിക്കണമെന്നില്ല. അപ്പോൾ അത് ലഭിക്കുന്നത് ആരിൽ നിന്ന് മാത്രമേ ഉള്ളൂ? അല്ലാഹു സുബ്ഹാനഹു വ തആലയിൽ നിന്ന് മാത്രമേ ലഭിക്കുകയുള്ളൂ. അതേപോലെ തന്നെ റഷദൻ, നേർമാർഗവും ആരുടെ അടുത്ത് നിന്ന് കിട്ടൂ? അപ്പോൾ ഈ രണ്ട് കാര്യത്തിനും വേണ്ടി നമ്മൾ എന്ത് ചെയ്യണം? നമ്മളും പ്രാർത്ഥിച്ചു കൊണ്ടേയിരിക്കണം. ഇതാണ് ഈ ആയാൽ നമുക്ക് പഠിക്കാനുള്ള പാഠം ഇതാണ്. ഓക്കെ, അപ്പോൾ ഇനി ഉള്ളൊരു പ്രധാനപ്പെട്ട ഇതിലുള്ളൊരു പോയിൻ്റ് എന്താണെന്ന് വെച്ചാൽ, അല്ലാഹു സുബ്ഹാനഹു വ തആല ഇവിടെ പ്രത്യേകമായി എടുത്ത് പറഞ്ഞൊരു കാര്യമാണ് ഫിത്തിയത്തുൻ അല്ലേ. ഫിത്തിയത്തുൻ എന്ന് പറഞ്ഞാൽ യുവാക്കൾ അല്ലേ. അപ്പോൾ ഈ യുവാക്കളെ സംബന്ധിച്ചിടത്തോളം ഇവരെന്താ ചെയ്തത്? ഭൗതിക ജീവിതത്തിലുള്ള എല്ലാ അലങ്കാരങ്ങളും അവർ വേണ്ടെന്ന് വെച്ചു അല്ലേ. അല്ലാഹു സുബ്ഹാനഹു വ തആല നേരത്തെ നമ്മൾ 8-ാമത്തെ ആയതിൽ നമ്മൾ 7-ാമത്തെ ആയതിൽ പറഞ്ഞിട്ടുണ്ട് എന്ത്? ഭൂമിയുടെ മുകളിലുള്ളതെല്ലാം ഭൂമിക്ക് അലങ്കാരമാക്കി വെച്ചിരിക്കുന്നു എന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഭൂമിക്ക് മുകളിലുള്ള എല്ലാ അലങ്കാരങ്ങളും എന്ത് ചെയ്യാം? മനുഷ്യന് ഉപയോഗിക്കാനുള്ളതാണ്. പക്ഷേ ഈ ഒരു കൂട്ടം യുവാക്കൾ എന്ത് ചെയ്യുന്നു? അവരുടെ ഈമാനെ സംരക്ഷിക്കാൻ വേണ്ടി ഈ അലങ്കാരങ്ങളൊക്കെ അവർ ഒഴിവാക്കും. അപ്പോൾ അല്ലാഹു സുബ്ഹാനഹു വ തആലക്ക് വേണ്ടി ഈ അലങ്കാരങ്ങളെല്ലാം അവരെന്ത് ചെയ്തു? അവരൊഴിവാക്കി. പിന്നെ നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ, ഈ യുവാക്കൾ എന്ന് പറഞ്ഞെങ്കിൽ യുവത്വം എന്ന് പറയുന്നത് എന്താണ്? ഏറ്റവും അല്ലേ, ഒരാളുടെ ജീവിതത്തിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു സമയമാണ് യുവത്വം എന്നുള്ളത്. നമ്മൾ ഏറ്റവും ശാരീരികമായും മാനസികമായും ഒക്കെ ഏറ്റവും കരുത്തുള്ള ഒരു കാലമാണ് യുവത്വം എന്നുള്ളത്. തന്നെയുമല്ല, തിന്മ ചെയ്യാൻ നമുക്ക് ഏറ്റവും കൂടുതൽ ഊർജ്ജമുള്ള സമയവുമാണത്. അപ്പം എല്ലാവരും തിന്മയിലേക്ക് എത്തിപ്പോകുന്ന ഒരു സമയവുമാണിത് അല്ലേ. ആ ഒരു സമയത്താണ് അധികം ആളുകളും തിന്മയിലേക്ക് എത്തുക. പിന്നെ എന്ത് ചെയ്യുന്നു? കുറേ കഴിഞ്ഞ് ചില ആളുകൾക്കൊക്കെ കുറച്ച് കഴിഞ്ഞാൽ ഹിദായത്ത് ലഭിക്കുകയും വിവരം വെക്കുകയൊക്കെ ചെയ്യുമ്പോൾ അവർ അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ മാർഗത്തിലേക്ക് പോവുകയും ചെയ്യും. അപ്പോൾ ഇവിടെ വേറൊരു പ്രധാനപ്പെട്ട കാര്യം എന്താണെന്ന് വെച്ചാൽ, ഒരു സമൂഹത്തിന് എന്ത് മാറ്റങ്ങൾ വരുത്താൻ കരുത്തുള്ളൊരു കൂട്ടമാണ് യുവാക്കൾ എന്നുള്ളത്. മാറ്റങ്ങൾ വരുത്താൻ ആർക്കേ കരുത്തുണ്ടാവും? യുവാക്കൾ. കുട്ടികൾക്കാണെങ്കിൽ പക്വത ആയിട്ടുണ്ടാവില്ല. പ്രായമുള്ള ആൾക്കാരാണെങ്കിൽ അവർക്ക് അതിനുള്ള ശക്തിയും കഴിവും ഉണ്ടാവുകയില്ല. അപ്പോൾ യുവാക്കൾ, അവർക്ക് ശക്തിയും കഴിവുണ്ട്, അവർക്ക് ഹിദായത്തും കൂടി കിട്ടിക്കഴിഞ്ഞാൽ എന്താണ്? അവരാണ് സമൂഹത്തിലൊരു മാറ്റം വരുത്താൻ അതുകൊണ്ടാണ് ഈ ഒരു പ്രായം ഇവിടെ അല്ലാഹു ഹൈലൈറ്റ് ചെയ്ത് പറയുന്നത് ഫിത്തിയത്തുൻ എന്നുള്ള. ക്ലിയറായി വിചാരിക്കുക. അപ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ടത് നമ്മളുടെ സമൂഹത്തിൽ ഫിത്തിയത്തിൻ്റെ അല്ലെങ്കിൽ യുവാക്കളുടെ ആറ്റിറ്റ്യൂഡ് എന്താണെന്നുള്ളതാണ്. ഓക്കെ, നമ്മുടെ സമൂഹത്തിൽ യുവാക്കളുടെ ആറ്റിറ്റ്യൂഡ് എന്താണ്? അവർ അല്ലേ, ഭൂരിഭാഗം ആളുകളും സന്മാർഗത്തിലല്ല. നമുക്ക് തന്നെ നോക്കിയാൽ മനസ്സിലാവും. വിശുദ്ധ ഖുർആനിലേക്കോ അല്ലെങ്കിൽ അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെയും അധ്യായനത്തിൽ നിന്നും വേറിട്ട് പോയ ആളുകളാണ് കൂടുതലും ഉള്ളത്. ഓക്കെ,
അപ്പോൾ അവർക്കുള്ളൊരു പാഠമാണിത്. അസ്ഹാബുൽ കഹ്ഫിൻ്റെ ഒരു പാഠം. ഓക്കെ, ഇൻഷാ അല്ലാഹ്. ഇത് നെക്സ്റ്റ് ആയാൽ അള്ളാഹു പറയുന്നത് എന്താണെന്ന് വെച്ചാൽ ഫദറബിന ദറബ എന്ന് പറഞ്ഞാൽ അടിച്ചു അല്ലെങ്കിൽ അടച്ചു. ഫദറബിന അടച്ചു. നാ എന്ന് പറഞ്ഞാൽ നാം. ഫദറബ് അടച്ചു, നാം. ഇവിടെ നാം എന്നുള്ളത് അള്ളാഹുവിനെ പറ്റിയാണ് പറയുന്നത്. അള്ളാഹു സുബ്ഹാനഹു. നേരത്തെ ആയാൽ നാ പറഞ്ഞത് അസ്ഹാബുൽ കഹ്ഫിൻ്റെ ആൾക്കാരായിരുന്നു. ഇവിടുത്തെ നാ എന്ന് പറയുന്നത് അള്ളാഹു സുബ്ഹാനഹു തആലയാണ്. വദറബിന എവിടെയാണ് അള്ളാഹു അടിച്ചത്? അല ആദാനിഹിം. അല എന്ന് പറഞ്ഞാൽ മേൽ എന്നുള്ളത് നമ്മൾ പഠിച്ചിട്ടുണ്ട്. അല കഴിഞ്ഞ ആയാലും നമ്മൾ പഠിച്ചിട്ടുണ്ട്. നേരത്തെ നമുക്കറിയാവുന്നതാണ്. അല ആദാനിഹിം. ആദാനിഹിം എന്ന് പറഞ്ഞാൽ ഉദിൻ എന്ന് പറഞ്ഞാൽ ചെവി. ചെവി. ആദാനിഹിം എന്ന് പറഞ്ഞാൽ അവരുടെ ചെവികളിൽ, കർണപടങ്ങൾ. ആദാനിഹിം. ഹിം എന്ന് പറഞ്ഞാൽ അവരുടെ. ഹുമ്മാണ്. ഹുമ്മാണ് ശരിക്കും അത്. ഇവിടെ അല വന്നതുകൊണ്ട് ആദാനി. അല നമുക്കറിയാമല്ലോ, ഹർഫ് ജറാണ്. ഹർഫ് ജർ എന്ന് പറഞ്ഞാൽ തൊട്ട് ശേഷം വരുന്നതിനെ കെസ്ര ചെയ്യും. അലയുടെ തൊട്ട് ശേഷം വരുന്ന ഇസ്മിനെ അത് കെസ്ര കൊടുക്കും. ഇപ്പോൾ ഇവിടെ അല വന്നത് കൊണ്ടാണ് എന്ത് വന്നത്? ആദാനി. അതുകൊണ്ട് തന്നെ ആദാനി ഹും എന്ന് പറയൂല, ആദാനി ഹും പറയൂല. പറയാനുള്ള സൗകര്യത്തിന് വേണ്ടി ആദാനിഹിം അങ്ങനെയാണ് യൂസ് ചെയ്യുക. ആദാനിഹിം. അല ആദാനിഹിം. അപ്പോൾ അവരുടെ ചെവികളിൽ അടിച്ചു എന്ന് പറഞ്ഞാൽ പുറത്തു നിന്നുള്ള ശബ്ദങ്ങളൊന്നും കേൾക്കാത്ത രീതിയിൽ ചെവിയെ മാറ്റി. പുറത്തു നിന്നുള്ള പുറത്തുള്ള ബഹളങ്ങളോ ഒച്ചകളൊന്നും സൗണ്ടുകളൊന്നും കേൾക്കാത്ത രീതിയിൽ ചെവിയെ അടച്ചു എന്ന് പറഞ്ഞാൽ ഒരു ഗാഢമായ നിദ്ര നൽകി എന്നാണ് അതിൻ്റെ അർത്ഥം. നമ്മൾ നല്ല ചെറിയ ഒരു ഉറക്കലൊക്കെ ആണെങ്കിൽ നമുക്ക് എന്ത് ചെയ്യും? പുറത്തുള്ള സൗണ്ടൊക്കെ നമ്മൾ കേട്ടുപോകും പക്ഷേ നല്ല ഗാഢമായിട്ടുള്ള ഡീപ്പായിട്ടുള്ള സ്ലീപ്പാണെങ്കിലോ യാതൊന്നും അറിയില്ല ഒന്നും അറിയില്ല. ആ രീതിയിലുള്ള ഒരു ഉറക്കമാണ് അവർക്ക് അല്ലാഹു തആല അവിടെ നൽകിയത്. എവിടെ? ഫിൽ കഹ്ഫി. ഗുഹയിൽ. സിനീന എന്ന് പറഞ്ഞാൽ കൊല്ലങ്ങളോളം അല്ലെങ്കിൽ കൊല്ലങ്ങൾ. സനത്തുൻ എന്നാണ് ഇതിൻ്റെ സിംഗുലർ. സനത്തുൻ എന്നുള്ളതിൻ്റെ ബഹുവചനമാണെന്ത്? സിനീന. സനത്തുൻ കൊല്ലം. സിനീന എന്ന് പറഞ്ഞാൽ വർഷങ്ങളോളം, വർഷങ്ങൾ. അതദ എന്ന് പറഞ്ഞാൽ എണ്ണത്തിന് യൂസ് ചെയ്യുന്നതാണ്. എണ്ണം എന്നാണ്. ഇവിടെ ഗണ്യമായ എണ്ണം എന്നല്ല, കുറേ എണ്ണം, കുറേ വർഷം. ഗണ്യമായ എണ്ണം അല്ലെങ്കിൽ കുറേ വർഷം. ഓക്കെ, അപ്പോൾ അതാണ് ഇതിൻ്റെ അർത്ഥം. അപ്പോൾ ഇവിടെ അവർ ഫസ്റ്റ് ആയാലും അവർ ഗുഹയിലോട്ട് കയറി. അപ്പം തന്നെ അവരെന്ത് ചെയ്യുന്നു? ഒരു ദുആ ചെയ്തു. അള്ളാഹുവിൻ്റെ റഹ്മത്തിനും അള്ളാഹുവിൻ്റെ റോഷതയ്ക്കും വേണ്ടിയിട്ട് ദുആ ചെയ്തു. ആ ദുആ ചെയ്ത ഉടനെ തന്നെ, ഇവിടെയും ഫാ കൊണ്ടാണ് സ്റ്റാർട്ട് ചെയ്തത്. അവർ ഗുഹയിൽ കയറിയ ഉടനെ തന്നെയാണ് എന്ത് ചെയ്തത്? ദുആ ചെയ്ത ഉടനെ തന്നെ. ഇപ്പോൾ ഈ ഫാ എന്നുള്ളത് ശരിക്കും കണക്ട് ചെയ്യാൻ യൂസ് ചെയ്യുന്നതാണ്. നേരത്തെ പറഞ്ഞ കാര്യവും ഇപ്പോൾ പറയുന്ന കാര്യവും തമ്മിൽ കണക്ട് ചെയ്യാനാണ് ഫാ യൂസ് ചെയ്യുന്നത്. ഇപ്പോൾ രണ്ട് സ്ഥലത്തും ഫാ യൂസ് ചെയ്തു. ഈ ഫായുടെ പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ പെട്ടെന്ന് ഒരു സംഭവം കഴിഞ്ഞാൽ ഉടനെ തന്നെ അടുത്ത സംഭവത്തിന് പറയാനാണ് എന്ത് ചെയ്യുക? ഫാ യൂസ് ചെയ്യുക. നമ്മൾ നേരത്തെ പഠിച്ചിരുന്ന വാവുണ്ട് യൂസ് ചെയ്യുന്നുണ്ട്. രണ്ട് കാര്യങ്ങൾ തമ്മിൽ കണക്ട് ചെയ്യാൻ വേണ്ടി നമ്മൾ വാവ് യൂസ് ചെയ്യും. അപ്പോൾ വാവിൻ്റെ പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ രണ്ടും സെയിം ഇതാണ്. ഒരേ സമയത്ത് നടക്കുന്ന രണ്ട് സംഭവങ്ങൾ, ഒരേ ടൈമിൽ നടക്കുന്ന രണ്ട് സംഭവങ്ങളെ കൂട്ടി പറയാനാണ് വാവ് യൂസ് ചെയ്യുന്നത്. ഫാ എന്ന് പറയുന്നത് ഒരു സംഭവം കഴിഞ്ഞ ഉടനെ തന്നെ അടുത്ത സംഭവം പറയാൻ വേണ്ടിയാണ്. പിന്നെ വേറൊരു കാര്യങ്ങൾ നമ്മൾ ഈ ക്ലാസ്സിൽ തന്നെ നമുക്ക് വരുന്നുണ്ട് തുമ്മ എന്ന് പറഞ്ഞൊരു കണക്ഷൻ ഉണ്ട്. തുമ്മ പറഞ്ഞാൽ ഈ ആദ്യത്തെ സംഭവം കഴിഞ്ഞിട്ട് കുറച്ച് കാലം കഴിഞ്ഞിട്ടാണ് അടുത്ത സംഭവം വരുന്നത്. അതാണ് തുമ്മ. ഇത് മൂന്നും കണക്ട് ചെയ്യാൻ വേണ്ടിയാണ് തൊട്ട് മുന്നേ പറഞ്ഞ കാര്യങ്ങളുമായി ഈ ഒരു ഇപ്പോൾ പറയുന്ന കാര്യങ്ങളെ കണക്ട് ചെയ്യാൻ വേണ്ടി യൂസ് ചെയ്യുന്ന സംഭവങ്ങളാണ്. ഓക്കെ, മീനിങ്ങും കാര്യം മനസ്സിലായിട്ടുണ്ടാവും. എനിക്ക് ഖുർആനിൽ ഇഷ്ടംപോലെ സ്ഥലത്ത് ഇങ്ങനെയുള്ള കണക്ഷൻസ് വരുന്നുണ്ട്. അപ്പോൾ ഇവിടെ ഫാ പറയുമ്പോൾ
ഒന്ന് കഴിഞ്ഞാൽ ഉടനെ മറ്റൊന്ന്. ഈ വാവ് ആണെങ്കിൽ ആൻഡ്, തുമ്മയാണെങ്കിൽ ഒന്ന് കഴിഞ്ഞിട്ട് ഒരല്പം കഴിഞ്ഞിട്ട്, കുറച്ച് കഴിഞ്ഞിട്ട്, കാലത്തിന് കണക്കില്ല, ഒന്ന് കഴിഞ്ഞിട്ട് മറ്റൊന്ന് സംഭവിക്കുന്നത്. ഏതായാലും ഒരു ഗ്യാപ്പ് ഉണ്ടായിട്ട് വരുന്നതിനാണ് സുമ്മ യൂസ് ചെയ്യുക. ഓക്കെ. അപ്പോൾ നമ്മൾ ഗുഹയിൽ എത്തിയിട്ട് അവർ ദുആ ചെയ്തത് നമ്മൾ കണ്ടു കഴിഞ്ഞില്ലേ. അപ്പോൾ അവരെ സംബന്ധിച്ചിടത്തോളം നമുക്ക് മനസ്സിലായി, ഗുഹയിൽ അവർക്ക് അല്ലെ അവരുടെ വീടും അല്ലെ വീട്ടിലുള്ള എല്ലാ സൗകര്യങ്ങളും ഇട്ടുവെച്ചിട്ടാണ് അവരെന്ത് ചെയ്തത്, ഗുഹയിലേക്ക് അഭയം തേടിയത്. അപ്പോൾ അവിടെ ഗുഹയിൽ അവർക്ക് ജീവിതത്തിന് ആവശ്യമായൊരു സംഭവം ഇല്ല എന്നുള്ളത് നമുക്ക് മനസ്സിലായിട്ടുണ്ട് അല്ലേ. ആർക്കും അറിയാം ഗുഹയിൽ എന്തില്ല, ജീവിത സൗകര്യങ്ങളൊന്നും ഇല്ലാത്തൊരു സ്ഥലമാണ്. ഈ കഹ്ഫ് എന്ന് പറയുന്നതിൻ്റെ മീനിങ് എന്താണെന്ന് വെച്ചാൽ പിന്നെ നല്ല വിസ്താരമുള്ള പിന്നെ ഉൾഭാഗത്ത് വിസ്താരമുള്ള ഗുഹയ്ക്കാണ് എന്ത് പറയുക, വിശാലമായ അല്ലേ. ഗുഹയ്ക്ക് ഉള്ളിൽ ഇപ്പോൾ അവർ കിടക്കുന്നുണ്ടല്ലോ, ഉറക്കിയെന്ന് പറയില്ല, അവിടെ കിടക്കാമെന്നുണ്ടല്ലോ. അപ്പോൾ കിടക്കാനൊക്കെ സൗകര്യമുള്ള അല്പം വിസ്താരമുള്ളൊരു ഗുഹയ്ക്കാണ് എന്ത് പറയുക, കഹ്ഫ് എന്ന് യൂസ് ചെയ്യുക. അല്ലാത്ത ഗുഹയ്ക്ക് എന്താണ് പറയുക വെച്ചാൽ ഗാറുൻ എന്നാണ് പറയുക. ഗാറുൻ, ഇടുങ്ങിയ ഗുഹ. ഇപ്പോൾ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് പിന്നെ നുബുവത്ത് കിട്ടിയ സമയത്ത് ഇരുന്ന ഒരു ഗുഹയില്ലേ അല്ലേ, സൗർ ഗുഹ. അപ്പോൾ അതിനെന്ത് പറയൂല, കഹ്ഫ് എന്ന് പറയൂല, അതിനെന്ത് പറയുക, ഗാർ. ഗാർ എന്ന് പറഞ്ഞാൽ ഇടുങ്ങിയ ഗുഹ. കഹ്ഫ് എന്ന് പറയുന്നത് വിശാലമായ അല്ലേ, ഉള്ളിൽ കുറച്ച് സ്പേസ് ഉള്ള ഒരു ഗുഹയ്ക്കാണ് കഹ്ഫ് എന്ന് പറയുന്നത്. അപ്പോൾ അവർ ആ കഹ്ഫിൽ ഉറങ്ങുകയാണ്. അപ്പോൾ ഉറങ്ങുന്ന സമയത്ത് പിന്നെ അവർ ദുആ ചെയ്തിട്ടുണ്ട്. ദുആയുടെ ഫലമായിട്ടാണ് അള്ളാഹു അവർക്ക് ഉറക്ക് നൽകിയത്. ഇവിടെ അല്ലേ അല ആദാനിഹി എന്ന് പറഞ്ഞാൽ, ഫളറബിന അല ആദാനിഹി എന്ന് പറഞ്ഞാൽ ഒരു ഡീപ്പ് സ്ലീപ്പ് നൽകി അവർക്ക്, ഒരു ഗാഢമായ നിദ്ര നൽകി. അപ്പോൾ ഈ എന്തിനാണ് നിദ്ര നൽകിയെന്നില്ലേ നമുക്കറിയാമല്ലോ അല്ലേ. അവിടെ അവർക്ക് ഒന്നും അവൈലബിൾ അല്ല, പുറത്തിറങ്ങാനും പറ്റില്ല. അപ്പം അള്ളാഹു തആല ഒരു ഉറക്കം നൽകി. ഉറങ്ങിക്കഴിഞ്ഞാൽ പിന്നെ നമ്മൾ ഭൂമിയിൽ നടക്കുന്ന സംഭവങ്ങളൊന്നും അറിയില്ല. ആ നാട്ടിൽ പിന്നെ രാജാവിൻ്റെ അക്രമങ്ങൾ നടന്നുകൊണ്ടിരിക്കുന്ന ഒരു സമയത്താണ് ഇത്. അപ്പോൾ അവരെ പ്രൊട്ടക്റ്റ് ചെയ്യാൻ വേണ്ടി അല്ലാഹു തആല എന്ത് ചെയ്ത് അവർക്കൊരു ഉറക്ക് നൽകിയതാണ്. ഈ ഉറക്കിനെ പറ്റി പറഞ്ഞ സമയത്ത് അല്ലാഹു സുബ്ഹാനഹു വ തആല 18ാമത്തെ വചനത്തിൽ പറഞ്ഞിട്ടുണ്ട് എന്ത്, അവരുടെ കാതുകളെ അടിച്ചു എന്ന് അവിടെ പറയുന്നത് ഇല്ലേ. ഫളറബിന അല ആദാനിഹിം. ഇപ്പോൾ സാധാരണ നമ്മൾ ഉറങ്ങുന്ന സമയത്ത് കാതുകൾ അടയും, പക്ഷേ എന്തു അറിയും, കണ്ണും അടയും അല്ലേ. കാതുകളും അടയും, കണ്ണും അടഞ്ഞിട്ടാണ് നമ്മൾ സാധാരണ ഉറങ്ങാറുള്ളത്. പക്ഷേ 18ാമത്തെ വചനത്തിൽ ഇവിടെ കണ്ണിനെ പറ്റി ഒന്നും പറഞ്ഞിട്ടില്ല. ഈ ഒരു ആയയിൽ ഉറക്ക് നൽകി എന്നുള്ളത് എൻ്റെ ഒരു ഇതായിട്ട് ഇവിടെ ഇതിങ്ങനെ പറഞ്ഞുള്ളൂ, റബിന അല ആദാനിഹിം എന്നേ പറഞ്ഞിട്ടുള്ളൂ. അപ്പോൾ 18ാമത്തെ ആയയിൽ പറഞ്ഞത് എന്താണെന്ന് വെച്ചാൽ, പിന്നെ നീ അവരെ കണ്ടാൽ അല്ലേ അവർ ഉറങ്ങുന്നവരാണെന്ന് ഉണർന്നവരാണെന്ന് നീ കരുതും. നമ്മൾ കാണുന്ന സമയത്ത് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് പറയാണ്, അവരെ കണ്ടു കഴിഞ്ഞാൽ അവർ ഉണർന്നവരാണെന്ന് കരുതും, പക്ഷേ അവരെന്താണ്, ഉറങ്ങുകയാണ് എന്ന് പറഞ്ഞാൽ അവർ കണ്ണ് തുറന്നു വെച്ചിട്ടാണ് ഉറങ്ങുന്നത് എന്നാണ് മുഫസ്സിരീങ്ങൾ പറയുന്നത്. കണ്ണ് തുറന്നു വെച്ചിട്ടാണ് ഉറങ്ങുന്നത്, അതുകൊണ്ടാണ് അങ്ങനെ പറയുന്നത്. ഓക്കെ, എന്ത് തന്നെയായാലും അവർ ഉറങ്ങിയത് അവരെ അല്ലാഹു തആല പ്രൊട്ടക്റ്റ് ചെയ്യാൻ വേണ്ടിയാണ്. അവർക്ക് ജീവിതത്തിൻ്റെ വിഭവങ്ങളൊന്നും അവൈലബിൾ അല്ല. അങ്ങനെയാണ്, അതുകൊണ്ടാണ് എന്ത് ചെയ്തത്, അവരെ രക്ഷിച്ചതാണ്. എത്ര കൊല്ലം എന്ന് പറയുന്നത് നമ്മളെ പിന്നെ തുടർന്നുള്ള ആയകളിൽ പറയുന്നുണ്ട്. അപ്പോൾ ഞാൻ പറഞ്ഞല്ലോ, ഈ ഒരു 10, 11, 12 ആയകൾ എന്ന് പറയുന്നത് അസ്ഹാബുൽ കഹ്ഫിൻ്റെ കഥയുടെ ഒരു ബ്രീഫ് ഡിസ്ക്രിപ്ഷനാണ്, അല്ലെങ്കിൽ ഒരു ബ്രീഫ് സമ്മറിയാണ്, ഒരു ചെറിയ വിവരണമാണ്. മുഴുവൻ കഥകളുണ്ട്, പക്ഷെ അതിൻ്റെ എക്സ്പ്ലനേഷൻ ഇല്ല, വിശദീകരണങ്ങളില്ല. അല്ലാഹു തആല വിശദീകരണം ഇവിടെ തന്നിട്ടില്ല. അതിൻ്റെ എന്താണ്, കഥയുടെ ഒരു ചുരുക്ക രൂപമാണ് ഈ 12, 10, 11, 12 ആയകളിലുള്ളത്. അപ്പോൾ തുടർന്ന് വരുന്ന ആയകളിൽ, തുടർന്ന് 22ാമത്തെ ആയ വരെ ഈ അസ്ഹാബ് കഹ്ഫിൻ്റെ കഥയാണ്. അതിൽ എന്ത് ചെയ്യുന്നുണ്ട്, ഈ ഓരോ ആയകൾക്കുള്ള വിശദീകരണം അവിടെ തരുന്നുണ്ട്. 10ാമത്തെയും 11ാമത്തെയും 12ാമത്തെയും ആയകൾക്കുള്ള വിശദീകരണമാണ് വരുന്ന നെക്സ്റ്റ് 13ാമത്തെ ആയ മുതലുള്ളത്. ക്ലിയർ ആണെന്ന് വിചാരിക്കുക. ഓക്കെ, ഇൻഷാ അല്ലാഹ്.
ഈ നെക്സ്റ്റ് ആയ അടുത്തായാലും എന്താ പറയുന്നത് സുമ്മ. അപ്പോൾ നമ്മൾ നേരത്തെ പറഞ്ഞല്ലോ, നേരത്തെ തൊട്ട് മുന്നിലുള്ള ഒരു ആയലോട്ട് കണക്ട് ചെയ്യാൻ വേണ്ടിയാണ് സുമ്മ യൂസ് ചെയ്തത്. ഈ സുമ്മയുടെ കാലം എന്ന് പറഞ്ഞാൽ 300 ഓർ അല്ലേ 300 ഓർ 309. ഇത്രയും 300 വർഷം കൂടുതൽ 9 വർഷം എന്ന് പറഞ്ഞിട്ടാണ് അള്ളാഹു താല പറഞ്ഞത്. അത് പറഞ്ഞതിൻ്റെ കാര്യം എന്താണ്, നമ്മൾ ആ ആയത്തുന്ന സമയത്ത് നമ്മൾ പഠിക്കും. ഖുർആനിൽ പറഞ്ഞിട്ടുള്ള കാര്യമാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ നമുക്കത് അവിടെ നോക്കാം എങ്ങനെയാണിത് 300 309 ആയത് എന്നുള്ളത്. അപ്പോൾ ഇതാണ് നേരത്തെ ഉറക്ക് എന്നുള്ള സംഭവം കഴിഞ്ഞതിന് ശേഷം 300 വർഷം അല്ലെങ്കിൽ 309 വർഷം കഴിഞ്ഞിട്ടുള്ള സംഭവം പറയാനാണ് ഇവിടെ എന്ത് യൂസ് ചെയ്തത്, സുമ്മ യൂസ് ചെയ്തത്. സുമ്മ പിന്നീട് അവരെന്ത് അള്ളാഹു താല എന്ത് ചെയ്യും, ബഅസ്ന എന്ന് പറഞ്ഞാൽ എഴുന്നേൽപ്പിച്ചു. ബഅസ് ആരാണ് എഴുന്നേൽപ്പിച്ചത്, നാം. അതിനുള്ളിലൊരു ഉണ്ട്. ബഅസ്ന ആരെയാണ്, ഹും അവരെ. ഇത് 3 കാര്യങ്ങളുണ്ട് ഇവിടെ. ഒരു ഫേലുണ്ട്, ഒരു ഫായിലുണ്ട്, ഒരു മഫ്ഊലും ബി ഉണ്ട്. ഇത് ഒരു അറബിയിലെ ഒരു ജുംല കംപ്ലീറ്റ് ഉണ്ട്. ഇത് ഒരു ജുംല, ഒരു വാക്കിലൊരു ജുംല. ഓക്കെ, ഒരു വാക്യം. ഓക്കെ, അത് മുഴുവനുണ്ട് ഇത്. ഓക്കെ, ബാസ് എഴുന്നേൽപ്പിച്ചു, ബാസ് നാം, ഹും അവരെ. അപ്പോൾ അള്ളാഹു താല ഈ ഹും എന്ന് പറഞ്ഞാൽ അസ്ഹാബുൽ കഹ്ഫ്, ആ യുവാക്കളില്ലേ, അവരാണ് ഹും. അള്ളാഹു താല ബാസ് ക്രിയ എഴുന്നേൽപ്പിച്ചു. ഇപ്പോൾ ഈ ബാസ് എന്നുള്ളത് ക്രിയ യൂസ് ചെയ്യുന്നത് മരിച്ചിട്ട് ജീവിപ്പിക്കുന്നതിനാണ് എന്ത് ബാസ് എന്നുള്ള ക്രിയ യൂസ് ചെയ്യുന്നത്. ബാസ്നാഹും ഇതിനു വേണ്ടിയാണ്. അലമ വേണ്ടി എന്തിനു വേണ്ടി, നഅലമ എന്ന് പറഞ്ഞാൽ ഇവിടെ നാം എന്നുള്ളതിനാണ്. ഫസ്റ്റ് കഴിഞ്ഞിട്ടുള്ള നൂനില്ലേ, നാം അല്ലെങ്കിൽ നമുക്ക്. നഅലമ നമുക്ക് അറിയാൻ വേണ്ടി, നാം അറിയുവാൻ വേണ്ടി. നാം എന്നിവിടെ അള്ളാഹു താലയാണ്. ഇവിടെയൊക്കെ ഉള്ള ഈ ആയാലൊക്കെ ഉള്ള അള്ളാഹു താലയാണ്, ഇതും അള്ളാഹു താലയാണ്. നഅലമ നമുക്കറിയാൻ വേണ്ടി. എന്താണ് അറിയേണ്ടത്, അയ്യുൽ ഹിസ്ബൈനി. അയ്യു എന്ന് പറഞ്ഞാൽ ഏത്, ചോദ്യം ചോദിക്കാൻ യൂസ് ചെയ്യുന്നതാണ് അയ്യു. ക്വസ്റ്റ്യന് വേണ്ടി യൂസ് ചെയ്യുന്നതാണ് അയ്യുവിന്. അയ്യു ഏത്, അയ്യുൽ ഹിസ്ബൈനി. ഹിസ്ബൈനി എന്ന് പറഞ്ഞാൽ 2 കക്ഷികൾ. ഹിസ്ബ് കക്ഷി, ഹിസ്ബൈനി 2 കക്ഷികൾ. ഈ 2 കക്ഷികളിൽ അഹ്സ എന്ന് പറഞ്ഞാൽ തിട്ടപ്പെടുത്തി, അല്ലെങ്കിൽ കണക്കാക്കി, അല്ലെങ്കിൽ വിലയിരുത്തി, എണ്ണി തിട്ടപ്പെടുത്തി എന്നൊക്കെ പറയാനും യൂസ് ചെയ്യും. അഹ്സ എന്താണ് തിട്ടപ്പെടുത്തിയത്, ലിമാ ലബിസു ഇപ്പോൾ കഹ്ഫിലുള്ള ആൾക്കാർ താമസിച്ച അല്ലെങ്കിൽ കഴിച്ചു കൂട്ടിയ സമയം. അമദ കാലം, സമയം അല്ലേ. അസ്ഹാബുൽ കഹ്ഫ് ലിമാ ലബിസു എന്ന് പറഞ്ഞാൽ അവർ താമസിച്ചതിനെ സംബന്ധിച്ച്, അല്ലെങ്കിൽ അവർ കഴിച്ചു കൂട്ടിയതിനെ സംബന്ധിച്ച്. ഇവിടെ ഗുഹയിൽ അല്ലേ, അമദ കാലം എന്ന് പറഞ്ഞാൽ അവർ എത്ര കാലമാണ് ഗുഹയിൽ കഴിച്ചു കൂട്ടിയത് എന്ന് അറിയാൻ വേണ്ടി, അള്ളാഹു താലക്ക് അറിയാൻ വേണ്ടി അവരെ അള്ളാഹു താല എഴുന്നേൽപ്പിച്ചു എന്നാണ് പറയുന്നത്. അവിടെ മൊത്തം മീനിങ് ഗുഹയിലുള്ള ആളുകൾ, ഗുഹാനിവാസികൾ എത്ര കാലം ഗുഹയിൽ കഴിഞ്ഞു എന്ന് ആരാണ് ഏറ്റവും ശരിയായ രീതിയിൽ എണ്ണി കണക്കാക്കിയത്. ഇപ്പോൾ 2 കക്ഷികളുണ്ട് ഇവിടെ, 2 കക്ഷികളുണ്ട്. ഈ 2 കക്ഷികളിൽ ആരാണ് ഏറ്റവും കൃത്യമായ രീതിയിൽ ഇതിൻ്റെ എണ്ണം കണക്കാക്കിയത് എന്ന് അറിയാൻ വേണ്ടിയാണ് അള്ളാഹു താല അവരെ എഴുന്നേൽപ്പിച്ചതെന്നാണ് പറയുന്നത്. അതിൻ്റെ മീനിങ് മനസ്സിലായിട്ടുണ്ടാവും വിചാരിക്കുക. അവരെ ഉറക്കി 300 കൊല്ലം ഉറക്കി. ഫസ്റ്റ് അവരെന്ത് ചെയ്തു, രാജാവിൻ്റെ പിടിയിൽ നിന്ന് രക്ഷപ്പെടാൻ വേണ്ടി, അവരുടെ ഈമാനിനെ സംരക്ഷിക്കാൻ വേണ്ടി അവരെന്ത് ചെയ്തു, ഗുഹയിലോട്ട് അഭയം പ്രാപിച്ചു. ഗുഹയിലെത്തിയ ഉടനെ തന്നെ അവരെന്ത് ചെയ്തു, ഒരു ദുആ ചെയ്തു അല്ലേ, റബ്ബിനോട്, ഞങ്ങളുടെ റബ്ബേ ഞങ്ങൾക്ക് കാരുണ്യവും നേർമാർഗവും നൽകണേ,
അവരുടെ കാര്യങ്ങൾ, ഗുഹയിലുള്ള കാര്യങ്ങൾ അല്ലേ, അല്ലെങ്കിൽ മുന്നോട്ട് ജീവിതത്തിലുള്ള കാര്യങ്ങൾ നേർമാർഗത്തിൽ നിർവഹിക്കാൻ വേണ്ടിയുള്ള നേർമാർഗവും കാരുണ്യവും അള്ളാഹുവിനോട് ചോദിച്ചുകൊണ്ട് ദുആ ചെയ്തു. രണ്ടാമത് അപ്പം തന്നെ അള്ളാഹു തആല എന്ത് ചെയ്തു? അവരെ ഗുഹയിൽ ഉറക്കിക്കിടത്തി. കാലം കുറേ കഴിഞ്ഞ് അല്ലേ, അവിടെ പിന്നെ എന്ത് ചെയ്തു? നാട്ടിൽ ആ സമയത്ത് അവരുറങ്ങുന്ന സമയത്ത് എന്താണ്, നാട്ടിൽ പിന്നെ ഭരണാധികാരികൾ അവിശ്വാസികളായിരുന്നു. അവിശ്വാസികളായിരുന്നു എന്നല്ല, അവിശ്വാസത്തിലേക്ക്, ശിർക്കിലേക്ക് ആൾക്കാരെ നിർബന്ധിച്ച് കൂട്ടുന്ന ആൾക്കാരായിരുന്നു. കൂടാത്ത ആൾക്കാരെ ആക്രമിക്കുന്ന ഒരു ജനതയായിരുന്നു. ഓക്കെ, ആ ഒരു 300 വർഷം കഴിഞ്ഞ്, അല്ലെങ്കിൽ 309 വർഷം കഴിഞ്ഞതിന് ശേഷം അവരെ എഴുന്നേൽപ്പിച്ചു. ആ ഒരു കാര്യമാണ് ഇവിടെ എന്ത് പറയുന്നത്, 12-ാമത്തെ ആയതിൽ അല്ലാഹു തആല പറഞ്ഞു തരുന്നത്. അപ്പം ഇവർ ഉണർന്ന് എഴുന്നേറ്റ സമയത്ത് അവിടെ ഉണ്ടായിരുന്ന രാജാവും പരിവാരങ്ങളൊക്കെ വിശ്വാസികളായിരുന്നു. ഓക്കെ, ഈ ഒരു കറക്റ്റ് സമയത്തിനാണ് അവർ ഉണർത്തിയത്. കറക്റ്റ് സമയത്തിനാണ് അവർ ഉണർത്തിയത്. ഉണർന്ന് എഴുന്നേൽക്കുന്ന സമയത്ത് അവരെ നാട്ടിലുള്ള രാജാവും പിന്നെ ജനങ്ങളെല്ലാം വിശ്വാസികളായിരുന്നു. ആ ഒരു സമയത്താണ് ഒരു കറക്റ്റ് സമയത്തിന് അവരെ എഴുന്നേൽപ്പിച്ചു. പിന്നെ ഇവിടെ ഈ അയ്യുൽ ഹിസ്ബൈനി എന്ന് പറയുന്നത് വ്യത്യസ്ത അഭിപ്രായങ്ങളുണ്ട്. ഇതിന് വ്യത്യസ്ത രീതിയിലുള്ള അഭിപ്രായങ്ങളുണ്ട്. രണ്ട് കക്ഷികൾ എന്ന് പറയുന്നത്, ഒന്ന് ഗുഹയിലുള്ളിലുള്ള ആൾക്കാർ തന്നെയാണ് എന്നുള്ളതാണ്. ഗുഹയ്ക്കുള്ളിലുള്ള ആളുകൾ പരസ്പരം ചോദിച്ചതാണ് എന്ന് പറയുന്നുണ്ട് മുഫസ്സിരീങ്ങൾ. വേറൊരു കൂട്ടം മുഫസ്സിരീങ്ങൾ പറയുന്നത് വിശ്വാസികളും അവിശ്വാസികളും തമ്മിലുള്ള സംസാരമാണെന്നും പറയുന്നുണ്ട്. വിശ്വാസികളും അവിശ്വാസികളും തമ്മിലുള്ള സംസാരമാണെന്ന് പറയുന്നുണ്ട്. അപ്പോൾ വിശുദ്ധ ഖുർആനിൻ്റെ ആയത്തുകൾ വെച്ച് നമ്മൾ നോക്കുന്ന സമയത്ത് ഈ ഒരു സൂറയിൽ തന്നെ 19-ാമത്തെ ആയത്തിൽ അല്ലാഹു തആല പറയുന്നുണ്ട്, നാം അവരെ എഴുന്നേൽപ്പിച്ചു. എന്തിനു വേണ്ടി? ഇവിടെ 19-ാമത്തെ ആയങ്ങൾ നോക്കിയാൽ നമുക്ക് മനസ്സിലാവും. 19-ാമത്തെ ആയയിൽ പറയുന്നത്, അവർ അന്യോന്യം ചോദ്യം നടത്തുവാനായി നാം അവരെ എഴുന്നേൽപ്പിച്ചു. അവരന്യോന്യം ചോദ്യം നടത്തുവാനായി നാം അവരെ എഴുന്നേൽപ്പിച്ചു എന്ന് പറഞ്ഞാൽ ഗുഹേൻ്റെ ഉള്ളിലുള്ള ആൾക്കാരാണത്. അന്യോന്യം ചോദ്യം നടത്തുക എന്ന് പറഞ്ഞാൽ ഗുഹയ്ക്കുള്ളിലുള്ള ആളുകൾ തമ്മിൽ ചോദ്യം നടത്താനായി നാം അവരെ എഴുന്നേൽപ്പിച്ചു. നമ്മൾ പറഞ്ഞല്ലോ, ഈ ഒരു ആയയുടെ വിശദീകരണം ആണ് മുന്നോട്ട് വരുന്നത് എന്നുള്ളത്. അപ്പോൾ 19-ാമത്തെ ആയയിൽ ഈ ആയയുടെ വിശദീകരണമാണ് 19-ാമത്തെ ആയ മുതലുള്ളത്. അവരെന്താണ് ചോദിച്ചത് വെച്ചാൽ, കം ലബിസ്തും നിങ്ങൾ എത്രയാണ് ഉറങ്ങിക്കഴിച്ചു കൂട്ടിയത് എന്ന്. ഖാലു അവർ പറഞ്ഞു, ലബിസ്ന യൗമൻ ഔ ബഅദ യൗം, ഞങ്ങൾ ഒരു ദിവസം അല്ലെങ്കിൽ അതിനേക്കാൾ കുറച്ചാണ് ഉറങ്ങിയത് എന്ന്. അത് സ്വാഭാവികമാണ് അല്ലേ. നമ്മൾ നല്ലൊരു ഡീപ്പായിട്ട് അങ്ങ് ഉറങ്ങിക്കഴിഞ്ഞാൽ നമുക്ക് എത്ര സമയം ഉറങ്ങി എന്നുള്ളത് നമുക്ക് തിട്ടപ്പെടുത്താൻ കഴിയില്ല. ഉറങ്ങുന്ന ആൾക്ക് ഒരിക്കലും എന്ത് ചെയ്യാൻ പറ്റില്ല, ഉറങ്ങിയ സമയം തിട്ടപ്പെടുത്താൻ കഴിയും. നമ്മളെങ്ങനെയാണ് ചെയ്യുന്നത്? നമ്മൾ ക്ലോക്ക് കൊണ്ട് നോക്കിയിട്ട് ഉറങ്ങും, അല്ലെങ്കിൽ ഏതാണ്ട് ഒരു സമയം നമുക്കറിയാം, വൈകുന്നേരം ആണെങ്കിൽ വൈകുന്നേരം ഉറങ്ങി എന്നുള്ളത് നമുക്ക് ഉറങ്ങുന്ന സമയത്ത് നമുക്കറിയും. പിന്നെ ഉണർന്ന് എണീക്കുന്ന സമയം നോക്കിയിട്ട് നമ്മൾ ആ എത്ര ഉറങ്ങിയെന്നുള്ളത് നമ്മൾ കണക്കാക്കുന്നത്. അല്ലാതെ വേറെ ഒരു രീതിയിൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റില്ല, എത്ര സമയം ഉറങ്ങി എന്നുള്ളത് പറയാൻ പറ്റില്ല. ഈ ഒരു ഉത്തരം ഉണ്ടല്ലോ, നമ്മൾ ഈ ഒരു ആയ എന്ന് പറയുന്നത് ഇവിടെ ബാസ് എന്നുള്ള യൂസ് ചെയ്തില്ലേ, പുനർജീവനത്തിൻ്റെ അല്ലെങ്കിൽ നമ്മൾ മരിച്ചതിന് ശേഷമുള്ള ജീവിതത്തിൻ്റെ തെളിവായിട്ടാണ് ഇത് പറയുന്നത്. മരിച്ചതിന് ശേഷം ജീവിക്കുകയല്ല നമ്മൾ. അപ്പോഴും നമ്മൾ പറയുക എന്തായിരിക്കും, നമ്മൾ ഭൂമിയിൽ ഒരു ദിവസം അല്ലെങ്കിൽ ഒരു ദിവസത്തിൽ കുറഞ്ഞ സമയമേ കഴിച്ചു കൂട്ടിയിട്ടുള്ളൂ എന്ന് നമുക്ക് അവിടെ തോന്നും. അവിടെ നമ്മളത് പറയും. ഓക്കെ, ആ ഒരു ഉത്തരം തന്നെയാണ് നമ്മളിവിടെ പറയുന്നത്. അതുപോലെ തന്നെ ഉറക്കിനെ പറ്റി അല്ലാഹു തആല ഖുർആനിൽ തന്നെ പറഞ്ഞിട്ടുണ്ട്. എന്താണ്? ഉറക്കും മരണവും. മരണത്തിൻ്റെ പകുതിയാണ് ഉറക്കിൻ്റെ പകുതിയാണ് മരണം. എന്ന് പറഞ്ഞാൽ മരണം പോലെ തന്നെയാണ് ഉറക്കും. ചെറിയ വ്യത്യാസം എന്താണെന്ന് വെച്ചാൽ നമ്മൾക്ക് ജീവൻ നമ്മളടുത്തുണ്ടാവും. നമ്മളെ റൂഹും തമ്മിലൊരു കണക്ഷൻ ഉണ്ടാവും, ഒരു വൈഫൈ കണക്ഷൻ ഉണ്ടാവും. ഓക്കെ, നമ്മൾ ഉണരുന്ന സമയത്ത് നമ്മളെ റൂഹ് നമ്മളിലേക്ക് എത്തുകയും ചെയ്യും.
അതാണ് വ്യത്യാസം. മരണത്തിലൂടെ നമ്മളെ റൂഹ് നമ്മളെ ശരീരം വിട്ടു പോവുകയും ചെയ്യും. ആ ഒരു ഡിഫറൻസാണ്. ഉറങ്ങുന്ന സമയത്ത് നമ്മൾ മരിച്ചതിന് തുല്യമാണ്. അപ്പോൾ അതിനുള്ളൊരു തെളിവാണിത്. അപ്പോൾ ഇവർ തമ്മിൽ പറയാണ്. പിന്നെ വേറൊരു കൂട്ടർ പറയുന്നത് കാലു, രണ്ട് കക്ഷികളുണ്ടെന്ന് പറഞ്ഞല്ലോ. അപ്പോൾ ഒരു കൂട്ടർ എന്ത് പറഞ്ഞു? ലബിസ്ന യൗമൻ ഔ ബഅദ യൗം, നാം ഒരു ദിവസമോ അല്ലെങ്കിൽ അതിൻ്റെ അല്പഭാഗമോ ആണ് കഴിച്ചു കൂട്ടിയത് ഗുഹയിൽ നിന്ന്. മറ്റൊരു ഗ്രൂപ്പ് പറയുന്നത് കാലു റബ്ബുക്കും അലമു ബിമാ ലബിസ്തും. റബ്ബുക്കും എന്ന് പറഞ്ഞാൽ നിങ്ങളുടെ റബ്ബ്, അലമു അറിയും, എന്ത്, ബിമാ ലബിസ്തും നിങ്ങൾ എത്രയാണ് ഉറങ്ങിയതെന്ന് റബ്ബിനാണ് അറിയുക. അതാണ് കറക്റ്റ്. അത് ആരും അറിയുന്നുണ്ടെന്നാണ് അള്ളാഹു നോക്കുന്നത്. അള്ളാഹു സുബ്ഹാനഹു വ തആല അതാണ്, അങ്ങനെയാണ് പറയേണ്ടത്. റബ്ബിനറിയാം എന്നുള്ളതാണ് അതിൻ്റെ കറക്റ്റ് ആൻസർ. ഓക്കെ, കാര്യം ക്ലിയർ ആയിട്ടുണ്ടാവും വിചാരിക്കുക. അപ്പോൾ ഈ 3 ആയകളിലൂടെ ഈ സൂറയുടെ ഏതാണ്ട് ഈ ഒരു സൂറയുടെ പേരിനാസ്പദമായ സംഭവത്തിൻ്റെ ഒരു കറക്റ്റ് ചെറിയ വിശദീകരണം നമ്മൾ പഠിച്ചു കഴിഞ്ഞു. ഇൻഷാ അല്ലാഹ് ഇനി നമുക്ക് തജ്വീദിൻ്റെ നിയമങ്ങൾ നോക്കാം. ഫസ്റ്റ് ആയ 10ാമത്തെ ആയയിൽ ഇദ് അവൽ ഫിത്യതു ഇലൽ കഹ്ഫി ഫഖാലു റബ്ബന. ഇവിടെ റബ്ബന കഴിഞ്ഞിട്ട് നാക്കൊരു മദ്ദുണ്ട്, ഒരു അലിഫ് മദ്ദുണ്ട്. അതിന് ശേഷം വന്നത് ഹംസയാണ്. അപ്പോൾ മദ്ദിന് ശേഷം ഹംസ വന്നു കഴിഞ്ഞാൽ അത് അസാധാരണ മദ്ദാണ്. മദ്ദിന് ശേഷം മദ് 3 തരത്തിലുള്ള മദ്ദുണ്ട്. അലിഫ് മദ്ദുണ്ട്, ഫത്തഹയെ നീട്ടാൻ അലിഫ് മദ്, ലമ്മയെ നീട്ടാൻ വാവ് മദ്, കെസ്റയെ നീട്ടാൻ യാ മദ്. 3 തരത്തിലുള്ള മദ്ദുകളുണ്ട്. ഈ മദ്ദിന് ശേഷം ഹംസ എന്നുള്ളൊരക്ഷരം തൊട്ടടുത്തതോ അല്ലെങ്കിൽ ഇതേ വാക്കിൽ തന്നെ സെയിം വാക്കിൽ ഒരു ഹംസ തൊട്ടടുത്ത് മദ്ദിൻ്റെ അടുത്ത് തന്നെ കാണണം കേട്ടോ, വേറെ എവിടെയെങ്കിലും കണ്ടാൽ പോരാ. മദ്ദിൻ്റെ അടുത്തൊരു ഹംസ അലിഫ് മദ്ദിൻ്റെ അടുത്തായാലും വാവ് മദ്ദിൻ്റെ അടുത്തായാലും യാ മദ്, ഒന്നുകിൽ അതേ സെൻറ്റൻസ് തന്നെ ആയിരിക്കും, അതേ വാക്കിൽ തന്നെ ആയിരിക്കും, അല്ലെങ്കിൽ തൊട്ടടുത്ത നെക്സ്റ്റ് വാക്കിലായിരിക്കും. ഓക്കെ, അങ്ങനെ വന്നു കഴിഞ്ഞാൽ അവിടെ എന്തുണ്ട്? ഹംസ കൊണ്ടുണ്ടാവുന്ന ഒരു അസാധാരണ മദ്ദുണ്ട്. അവിടെ ഹംസ കൊണ്ടുണ്ടാവുന്ന അസാധാരണ മദ്ദുണ്ട്. അപ്പോൾ നമ്മൾ പഠിച്ചല്ലോ, നമുക്ക് ഒന്നുകിൽ ഈ വാക്ക് തന്നെ ആയിരിക്കും. ഈ വാക്കിലാണെങ്കിൽ വേറെ പേരാണ്, ഈ വാക്കിലാണെങ്കിൽ വ്യത്യസ്ത വാക്കുകളിലാണെങ്കിൽ വേറെ പേരാണ്. ഇതിപ്പോൾ 2ാമത്തെ വാക്ക് നെക്സ്റ്റ് അടുത്ത വാക്കിലാണ് വന്നത്. ഈ വാക്കിൻ്റെ എവിടെയെങ്കിലും വന്നാൽ പോരാ, സ്റ്റാർട്ടിങ്ങിൽ തന്നെ വരണം കേട്ടോ. ഓക്കെ, അത് വന്നു കഴിഞ്ഞാൽ ഇതിനെ പറയുന്നത് അൽ മദ്ദുൽ മുൻഫസിൽ, അങ്ങനെയാണ് അതിൻ്റെ പേര്. അപ്പോൾ മദ്ദുൽ മുൻഫസിൽ എന്ന് പറഞ്ഞാൽ 4 കൗണ്ടാണ് നീട്ടേണ്ടത്, 4 ഹർക്കത്ത് അളവിൽ നീട്ടുക. ഇവിടെ 2 വാക്കിലാണെങ്കിൽ നീട്ടൽ നിർബന്ധമായി നീട്ടേണ്ട ഒരു മദ്ദല്ല, പക്ഷേ നീട്ടിയിട്ടാണ് എല്ലാവരും പാരായണം ചെയ്തത്. പാരായണത്തിൻ്റെ ഭംഗിക്ക് വേണ്ടിയിട്ട് ആൾക്കാരത് നീട്ടി പാരായണം ചെയ്യും. അപ്പോൾ അതിൻ്റെ പേര്, ഇത് നിർബന്ധമില്ലാത്ത മദ്ദാണ്, മദ്ദുൽ മുൻഫസിലാണ്. ഓക്കെ, കൗണ്ട് 4 ആണ്. ഓക്കെ, ഇനിയിപ്പോൾ നമ്മൾ നീട്ടാൻ നമ്മൾക്ക് പറ്റാത്തത് കൊണ്ട് നമ്മൾ നീട്ടിയില്ലെങ്കിൽ അതിൽ മിസ്റ്റേക്ക് അല്ല, നിർബന്ധമില്ലാത്ത മദ്ദാണ്. ഓക്കെ, മനസ്സിലായിട്ടുണ്ടായിരിക്കുക. ഓക്കെ, റബ്ബന ആത്തിന മില്ലദുൻക. ഇവിടെ മിന്നിന് സാക്കിനായ നൂനുണ്ട്, അതേപോലെ തന്നെ സാക്കിനായ നൂന് 2 രീതിയിലുണ്ടാവും. ഒന്നിങ്ങനെ ഉണ്ടാവും, ഒന്നിങ്ങനെ ഉണ്ടാവും. പിന്നെ അതും ഉണ്ടാവും. പിന്നെ തൻവീന്, ഫത്തഹ തൻവീന്, കെസ്റ തൻവീന്, വമ്മ തൻവീന്. ഈ സംഭവങ്ങൾ എവിടെ കണ്ടാലും, ഇത് കണ്ടാലും അവിടെ നമുക്ക് എന്തുണ്ടാവും? തജ്വീദിൻ്റെ ഒരു റൂൾ നിർബന്ധമായിട്ടുണ്ടാവും. അതിൻ്റെ റൂളും മണിക്കലിൻ്റെ സ്വഭാവവും ഒക്കെ വരുന്നത് തൊട്ടടുത്തുള്ള അക്ഷരം നോക്കിയിട്ടാണ്. സാക്കിനാനൂനിനോ തൻവീനോ ശേഷം വരുന്ന അക്ഷരം നോക്കിയിട്ടാണ് എന്ത് ചെയ്യുക, ഇതിൻ്റെ നിയമം കണക്കാക്കുന്നത്. ഇവിടെ ഈ മിന്നിന് ശേഷം വന്നിരിക്കുന്നത് ലാമാണ്.
അപ്പോൾ സാക്കിന നൂനിനോ തൻവീനോ ശേഷം ലാമ് വന്നു കഴിഞ്ഞാൽ ഇദാമാണ്. ഇദാം എന്ന് പറഞ്ഞാൽ മിക്സ് ചെയ്യുക, കൂട്ടി ഓതുക. മിക്സ് ചെയ്യുന്നതിനാണ് ഇദാം എന്ന് പറയുന്നത്. ഇവിടുത്തെ ഇദാം ബിലാ ഉന്നയാണ്, മണിക്കാതെയാണ് ഇവിടെ എന്ത് ചെയ്യേണ്ടത്, ലയിപ്പിക്കേണ്ടത്. ഇവിടെ നമ്മൾ ലയിപ്പിക്കേണ്ടത് മണിക്കാണ്ടാണ്. കാരണം ലാമാണ്. ലാമും റായും വന്നാൽ എന്ത് ചെയ്യൂല, മണിക്കാണ്ട് ലയിപ്പിക്കും മണിക്കാണ്ട്. ഈ ലയിപ്പിക്കുക എന്ന് പറഞ്ഞാൽ നൂനിനെയാണ് ലയിപ്പിക്കുക. നൂനിനെ ലാമിലോട്ട് ലയിപ്പിക്കും. നൂനിനെ ലാമിലോട്ട് ലയിപ്പിക്കുന്ന സമയത്ത് ലാമിനൊരു ശ്രദ്ധ വരും. ഇവിടെ ലാമിൻ്റെ മുകളിൽ ശ്രദ്ധ നിങ്ങൾ കാണുന്നുണ്ടാവും. ലാമിന് ശ്രദ്ധ വരും. നൂനിനെ പ്രൊനൗൺസ് ചെയ്യയില്ല. മില്ല, മീ ല, മീമിന് കെസറയിൽ നിന്ന് ലാമിലോട്ടങ്ങ് പോകും. മില്ല, മില്ലതുൻ അല്ലേ. ദാല് കഴിഞ്ഞിട്ട് എന്തുണ്ട്, അവിടെ ഒരു നൂനുണ്ട്. ദാല് കഴിഞ്ഞിട്ട് ഒരു നൂനുണ്ട്. ആ നൂനിൻ്റെ നിയമം നോക്കുന്നത് തൊട്ട് ശേഷം വരുന്ന കാഫിനെ നോക്കിയിട്ടാണ്. ഇപ്പോൾ സാക്കിന നൂനിനും തൻവീനും ഒരേ നിയമങ്ങളാണ് കേട്ടോ ഉണ്ടാകുക. കാരണം എന്താണെന്ന് വെച്ചാൽ രണ്ടിൻ്റെ പ്രൊനൗൺസിയേഷൻ ഒരേപോലെയാണ്. തന്നെയുമല്ല തൻവീൻ എന്ന് പറഞ്ഞാൽ ഒരു ഹർക്ക പ്ലസ് ഒരു നൂൻ സുക്കൂനാണ്. ഫത്തഹ തൻവീനാണെങ്കിൽ ഫത്തഹ പ്ലസ് നൂൻ സുക്കൂനാണ് അൻ പറയുന്നത്. ഓക്കെ, അപ്പോൾ അതുകൊണ്ട് തന്നെ ഇതിൻ്റെ നിയമങ്ങളും സെയിമാണ്. അപ്പോൾ ഇവിടെ സാക്കിന നൂനിന് ശേഷം കാഫ് വന്നാൽ അവിടെ നിയമം ഇഖ്ഫ ആണ്. ഇഖ്ഫ കാഫിൻ്റെ മഹ്റജിൽ വെച്ചിട്ട് നമ്മൾ ഇഖ്ഫ ചെയ്യും, മണിക്കും. ഇഖ്ഫ എന്ന് പറഞ്ഞാൽ മണിക്കലാണ്. മറച്ച് വെച്ചിട്ടാണ് ഇവിടെ മണിക്കുക. മറച്ച് വെക്കുക എന്ന് പറഞ്ഞാൽ നൂനിൻ്റെ സൗണ്ടിനെ മറച്ച് വെച്ചിട്ട് മണിക്കുക. അതിനാണ് ഇഖ്ഫ പറയുന്നത്. നൂനിൻ്റെ സൗണ്ടിനെ മറച്ച് വെച്ചിട്ട് മണിക്കുക. അപ്പോൾ കാഫായതുകൊണ്ട് കാഫിൻ്റെ മഹ്റജിൽ വെച്ച് മണിക്കും. എല്ലാ അക്ഷരമൊന്നും മഹ്റജിൽ വെച്ച് മണിക്കൂല, എവിടെയും തൊടിക്കാണ്ടാണ് മണിക്കുക. അപ്പോൾ അക്ഷരങ്ങൾ വരുന്നതിനനുസരിച്ച് നമ്മളത് പഠിക്കും. ഇവിടെ കാഫായതുകൊണ്ട് കാഫിൻ്റെ മഹ്റജിൽ വെച്ചിട്ട് മണിക്കും. അപ്പോൾ മില്ലതുങ്ക റഹ്മത്തൻ എന്നുള്ളതിന് താക്ക് എന്തുണ്ട്, തൻവീനുണ്ട്. തൻവീന് ശേഷം വന്നത് വാവാണ്. അപ്പോൾ ഇവിടെയും ഇദാമാണ്. നമ്മൾ നേരത്തെ പഠിച്ച ലാമും റായും ഇദാമാണെന്ന്. ഇവിടെയും ഇദാമാണ്. പക്ഷേ ഈ ഇദാമിൻ്റെ പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ ഇവിടെ മണിക്കും. വാവാണെങ്കിൽ മണിക്കും. ഇപ്പോൾ റഹ്മതൗവ അപ്പം സാക്കിന നൂനിനോ തൻവീനോ ശേഷം വാവ് വന്നാൽ മണിച്ചു കൊണ്ട് ലയിപ്പിക്കുക. ഇദാം ബ്യുന്ന റഹ്മതൗവ ഹയ്യ്. ഇവിടെ ഹംസയ്ക്ക് സുക്കൂനാണ് വന്നത്. ഈ ഒരു യായ നമ്മൾ എന്ത് ചെയ്യണ്ട, അതിനെ നമ്മൾ കൺസിഡർ ചെയ്യണം. ഇത് ഹംസയുടെ സീറ്റാണ്, ഹംസയ്ക്ക് ഇരിക്കാനുള്ള സീറ്റാണിത് യാ. അപ്പോൾ അതിനോട് അത് നമുക്ക് ഒന്നും പ്രൊനൗൺസ് ചെയ്യാനില്ല. അതിൻ്റെ മുകളിലുള്ള ഹംസയാണ് പ്രൊനൗൺസ് ചെയ്യേണ്ടത്. അപ്പോൾ ഹംസയ്ക്ക് സുക്കൂന് വന്നാൽ എങ്ങനെയാണ് പ്രൊനൗൺസ് ചെയ്യുക, മുറിച്ചിട്ടാണ് പ്രൊനൗൺസ് ചെയ്യേണ്ടത്. കട്ട് ചെയ്തിട്ട് പ്രൊനൗൺസ് ചെയ്യണം. അപ്പോൾ ഹംസത്തുൽ ഖത്തായാണ് കട്ട് ചെയ്തിട്ട് പ്രൊനൗൺസ് ചെയ്യുക. അപ്പോൾ വഹയ്യ് ലന മിൻ അംരിന. ഇവിടെ ഉണ്ട് എന്ത്, ഒരു നൂനുണ്ട്, മിൻ അംരിന. അപ്പോൾ സാക്കിനായ നൂനിന് ശേഷം അല്ലെങ്കിൽ തൻവീന് ശേഷം ഹംസ വന്നാൽ നൂനിനെ പ്രൊനൗൺസ് ചെയ്യും, നൂനിൻ്റെ സൗണ്ട് പ്രൊനൗൺസ് ചെയ്യും. അപ്പോൾ നമുക്കത് നോക്കിയാൽ മനസ്സിലാവും. പ്രൊനൗൺസ് ചെയ്യേണ്ട നൂനാണെങ്കിൽ അതിന് സുക്കൂനിൻ്റെ ചിഹ്നം ഉണ്ടാവും. പ്രൊനൗൺസ് ചെയ്യേണ്ട നൂനാണെങ്കിൽ സുക്കൂനിൻ്റെ ചിഹ്നം ഉണ്ടാവും. ഇവിടെ എന്തുണ്ട്, ഈ നൂനിൻ്റെ മുകളിൽ സുക്കൂനിൻ്റെ ചിഹ്നം ഉണ്ട്. അതുകൊണ്ട് തന്നെ നമ്മൾ നൂനിനെ അവിടെ ഉച്ചരിക്കും. വേറൊരു പ്രത്യേക കാര്യം എന്താണെന്ന് വെച്ചാൽ ഇങ്ങനെ കാണുന്നത് സുക്കൂനല്ല കേട്ടോ. ചില അക്ഷരത്തിൻ്റെ മുകളൊക്കെ ഇങ്ങനെ നമ്മൾ കാണും, ഇത് സുക്കൂനല്ല. നിങ്ങൾ സൂക്ഷിച്ച് നോക്കിയാൽ ഞങ്ങൾക്ക് മനസ്സിലാവും. സുക്കൂൻ എന്നുള്ളത് ഹായുടെ തലയാണ്, ഹാൻ്റെ തലയായിട്ടാണ് സുക്കൂന്. അപ്പോൾ അത് രണ്ടും തമ്മിൽ തെറ്റിപ്പോരുത്. ഇങ്ങനെ ചില സംഭവങ്ങളുണ്ട്, ഇങ്ങനെ ഉണ്ടാവും. ഇതൊന്നും പ്രൊനൗൺസ് ചെയ്യേണ്ടതല്ല, ഇതൊന്നും സുക്കൂനല്ല. അത് പ്രൊനൗൺസ് ചെയ്യണേ അതിന് വേറെ റൂളുകളാണ്, അത് നമുക്ക് പ്രൊനൗൺസ് ചെയ്യാനില്ല. അപ്പോൾ അതുകൊണ്ട് ചിലതുണ്ടാവും, ഇങ്ങനെയുള്ളതുണ്ടാവും. അത് വരുന്ന സമയത്ത് നമ്മൾ പറയും ഇങ്ങനെ ഒരു ദീർഘത്തിൽ. ഓക്കെ, സാധാരണഗതിയിൽ ഈ വട്ടത്തിൽ വരുന്നതൊന്നും എന്തല്ല, ഉച്ചരിക്കേണ്ടതല്ല. അപ്പോൾ സുക്കൂൻ്റെ അടയാളം ഇതാണ്. നൂനിൻ്റെ മുകളിൽ ഇങ്ങനെ കണ്ടു കഴിഞ്ഞാൽ എന്താണ്,
അത് ഉച്ചരിക്കേണ്ട നൂനാണ്. മിൻ അംരിന, മിൻ അംരിന റഷദ. റ ഹെവിയാണ്, ലൈറ്റായി ഹെവി ആയിട്ടുള്ള റ ഉണ്ടാവും. റ ഫത്ഹ, റ ലമ്മ ഹെവിയും, കിസ്ര ലൈറ്റുമാണ്. റ റഷദ, മിൻ അംരിന റഷദ. ക്ലിയർ ആയിട്ടുണ്ടാവും വിചാരിക്കുക. ഓക്കെ, ഞാൻ അടുത്തായ ഫദറബ്ന അല. അല ഇവിടെയും എന്തുണ്ട്? അലയ്ക്ക് ശേഷം അലയുടെ മുകളിലൊരു ചെറിയൊരു കുഞ്ഞി അലിഫ് കാണുന്നില്ലേ? അതിന് പറയുന്നത് അലിഫ് സഗീറ എന്നാണ്. അലിഫ് സഗീറ ഇങ്ങനെ കാണുന്നത് അലിഫ്. അതിന് പ്രത്യേക പേരൊന്നുമില്ല, അലിഫ് കുറച്ച് വലുപ്പം ഉണ്ടാവും. ഇതിനെ അലിഫ് സഗീറ പറയും. ഇത് രണ്ടിൻ്റെയും റൂൾ ഒരേപോലെയാണ്. വലുപ്പത്തിൻ്റെ വ്യത്യാസം നോക്കണ്ട. ഇതെങ്ങനെയാണെന്ന് വെച്ചാൽ ഇത് പിന്നീട് വിശുദ്ധ ഖുർആൻ്റെ പാരായണത്തിൽ മിസ്റ്റേക്ക് സംഭവിക്കാതിരിക്കാൻ വേണ്ടി പണ്ഡിതന്മാർ പിന്നീട് ഇൻട്രൊഡ്യൂസ് ചെയ്തതാണ് ഈ ചെറിയ സാധനങ്ങൾ. അലിഫ്, അതിന് അലിഫും വാവും യാ ഒക്കെ ഉണ്ട്. ഓക്കെ, അപ്പോൾ നമ്മൾ പാരായണം ചെയ്യുന്ന സമയത്ത് ഇതിന് രണ്ടും സെയിം നിയമങ്ങളാണ്. അലിഫായാലും വാവായാലും യായാലും നിയമത്തിനൊരു വ്യത്യാസമില്ല, അതിൻ്റെ വലുപ്പത്തിന് വ്യത്യാസം ഉണ്ടെന്നേ ഉള്ളൂ. അപ്പോൾ അല കഴിഞ്ഞിട്ട് അലയുടെ മദ് കഴിഞ്ഞിട്ട് എന്ത് വന്നിരിക്കുന്നു? ഹംസയുണ്ട്. അപ്പോൾ മദ്ദിന് ശേഷം ഹംസയെ പറ്റി നമ്മൾ നേരത്തെ പഠിച്ചതാണ്. മദ്ദുൽ മുൻഫസിൽ. മുൻഫസിലായത് രണ്ട് വാക്കിലായതുകൊണ്ട് അത് മുൻഫസിലാണ്. 4 കൗണ്ട് നീട്ടിയിട്ട് പ്രൊനൗൺസ് ചെയ്യുക. അല ആദാനിഹിം, അല ആദാനിഹിം ഫിൽ കഹ്ഫി സിനീന ആദദ. ആദദ ഇവിടെ ദാലിൻ്റെ മുകളിൽ തൻവീനുണ്ട് അല്ലേ? ഫത്തഹ തൻവീന് ശേഷം ഒരു അലിഫ് എല്ലാ അവസരത്തിലും വരും. ചില 2-3 കേസിൽ വരില്ല. വരുന്ന സമയത്ത് നമ്മൾ പഠിക്കും. ഓക്കെ, ഇവിടെ ഒട്ടുമിക്ക കേസിൽ ഇത് വരും. ആദദ. ഇപ്പോൾ അദദ എന്നുള്ളത് അദദൻ എന്ന് പറഞ്ഞിട്ട് നമ്മൾ നിർത്തൂല. ഫത്തഹ തൻവീന് നിർത്തുന്നത് ഫത്തയും ഒരു മദ്ദും കൊടുത്താൽ 2 കൗണ്ട് നീട്ടിയിട്ട് ഫത്തഹ കൊടുത്ത് നിർത്തുക. ആദദ, ആദദ. ഓക്കെ, നെക്സ്റ്റ് അടുത്തായ സുമ്മ. സുമ്മ മീമിന് ശബ്ദ വന്നു കഴിഞ്ഞാൽ 2 കൗണ്ട് മണിച്ചിട്ട് പ്രൊനൗൺസ് ചെയ്യുക. സുമ്മ, സുമ്മ ബഅസ്നാഹും, ബഅസ്നാഹും ലിനഅലമ അയ്യുൽ ഹിസ്ബൈനി അഹ്സാ. അഹ്സാ ലിമാ ലബിസു. അവിടെ ലബിസു, ഇവിടെ വാവ് മദ് കണ്ടില്ലേ? ഞാൻ നേരത്തെ പറഞ്ഞ സാധനം ഇതാ. അലിഫിൻ്റെ മുകളിലൊരു കണ്ടില്ലേ ഒരു വട്ടം, അത് നമ്മൾ പ്രൊനൗൺസ് ചെയ്യൂല കേട്ടോ. അവിടെ ഉണ്ട് എന്നുള്ളത് നിങ്ങൾ കണക്കാക്കാണ്ടിരുന്നാൽ മതി. ഓക്കെ, വാവിന് ലൊമ്മയെ നീട്ടാൻ വാവ് യൂസ് ചെയ്തു. ലൊമ്മയെ നീട്ടാൻ വാവ് യൂസ് ചെയ്തു. മദ്ദാണത്, വാവ് മദ്ദാണ്. വാവ് മദ്ദിന് ശേഷം വന്നത് ഹംസയാണ്. അപ്പോൾ മദ്ദിന് ശേഷം ഏത് മദ്ദിന് ശേഷം ഹംസ വന്നാലും 4 കൗണ്ട് നീട്ടിയിട്ടാണ് നമ്മൾ പ്രൊനൗൺസ് ചെയ്യാൻ നമ്മൾ പഠിച്ചിട്ടുണ്ട്. അപ്പോൾ ഇവിടെയും 2 വാക്കിലായതുകൊണ്ട് മദ്ദുൽ മുൻഫസിലാണ്. നിർബന്ധമായിട്ട് നീട്ടണമെന്നില്ല. നീട്ടിയിട്ടില്ലെങ്കിൽ മിസ്റ്റേക്ക് എന്ന് പറയാൻ പറ്റില്ല. നിർബന്ധമായി നീട്ടേണ്ടത് നീട്ടിയില്ലെങ്കിൽ പാരായണത്തിൽ വരുന്ന മിസ്റ്റേക്കാണ്. ഇവിടെ മിസ്റ്റേക്ക് അല്ല, എന്നാലും ഭംഗിക്ക് വേണ്ടി എല്ലാവരും നീട്ടിയിട്ടാണ് അതിന് പ്രൊനൗൺസ് ചെയ്യുക. ചില ആൾക്കാർ നീട്ടാണ്ട് നിങ്ങൾ കേൾക്കാറുണ്ടാവും അല്ലേ? ഉസ്താദുമാർ ഓതുന്ന സമയത്ത് ചിലർ നീട്ടാതെ ഓതുന്നുണ്ട്. അപ്പോൾ 2 കൗണ്ട് നീട്ടിയാൽ ഇനഫാണ് ഇവിടെ. ഓക്കെ, 4 കൗണ്ട് നീട്ടിയിട്ട് പാരായണം ചെയ്യുകയും ചെയ്യാം. അത്രയും കാര്യങ്ങളാണ് ഇതിൻ്റെ തജ്വീദിലുള്ളത്. അപ്പോൾ ഈ ഒരു ആയകളിൽ നിന്ന് നമുക്ക് പഠിക്കാനുള്ളത് അല്ലേ? സത്യവിശ്വാസം ഏറ്റവും പ്രധാനം. സത്യവിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം ഈമാനാണ് ഏറ്റവും പ്രധാനപ്പെട്ടത്. ഭൂമിയിലുള്ള വിഭവങ്ങളെപ്പറ്റി അല്ലാഹു തആല 7-8 ആയത്തുകളിൽ പറഞ്ഞിട്ടുണ്ട്. 8ാമത്തെ ആയത്തിൽ എന്ത് പറയുന്നുണ്ട്? ഭൂമിയിലുള്ള എല്ലാ കാര്യങ്ങളും അല്ലാഹു തആല എന്ത് ചെയ്യും? തുടച്ച് മാറ്റിയിട്ട് ഭൂമിയെ ഒരു മൊട്ടയായ ഒരു ഫ്ലാറ്റായിട്ടുള്ളൊരു മൈതാനം പോലെ ആക്കി മാറ്റുമെന്ന് പറയുന്നുണ്ട്. അപ്പോൾ ആ ഒരു നഷ്ടപ്പെട്ടു പോകുന്ന ഒരു കാര്യത്തിലേക്ക് നമ്മൾ കൂടുതൽ പ്രാധാന്യം കൊടുക്കാതെ നമ്മളെന്ത് ചെയ്യുക? എന്ന് വിചാരിച്ചിട്ട് നമ്മൾ ഭൂമിയിലുള്ള അലങ്കാരങ്ങളൊന്നും യൂസ് ചെയ്യേണ്ടെന്നല്ല.
ഒക്കെ നമുക്ക് ഉപയോഗിക്കാൻ തന്നെയാണ് അള്ളാഹു താല ഉണ്ടാക്കി തന്നത്. അള്ളാഹു ഭൂമിയെ സൃഷ്ടിച്ചതും അല്ലേ, ഭൂമിയിലെ അലങ്കാരങ്ങളെല്ലാം അല്ലെങ്കിൽ ഭൂമിയിലുള്ള എല്ലാ വസ്തുക്കളും മനുഷ്യന് ഉപകാരത്തിന് വേണ്ടി തന്നെയാണ് സൃഷ്ടിച്ചത്. നമുക്കത് ഉപയോഗിക്കുകയും ചെയ്യാം. ഉപയോഗിക്കുന്ന സമയത്ത് എന്ത് ചെയ്യുക, അള്ളാഹുവിൻ്റെ വിധി വിലക്കുകളെ ശ്രദ്ധിച്ചിട്ട് ഉപയോഗിക്കുക. ഓക്കെ. ഇപ്പോൾ ഈ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഒരു ഹദീസിൽ പിന്നെ പറയപ്പെടുന്നുണ്ട്, എന്താണെന്ന് വെച്ചാൽ അർഷിൻ്റെ ഒരു തണലും ഇല്ലാത്ത മഹ്ശറിൽ അർഷിൻ്റെ തണൽ ലഭിക്കുന്ന ഒരു ഗ്രൂപ്പ്, ഒരു കൂട്ടം എന്ന് പറഞ്ഞാൽ യുവാക്കളായിരിക്കെ അല്ലെങ്കിൽ യുവത്വത്തിൽ അള്ളാഹു തആലയെ സൂക്ഷിച്ച് ജീവിക്കുന്ന ആളുകളാണ്. അപ്പോൾ യുവത്വത്തിൽ അള്ളാഹു തആലയെ സൂക്ഷിച്ച് ജീവിക്കുന്ന ആളുകൾക്കാണ് എന്തുള്ളത് അല്ലേ, ഒരു തണലും ഇല്ലാത്ത അവസരത്തിൽ അർഷിൻ്റെ തണൽ ലഭിക്കുന്നത്. അപ്പോൾ യുവാക്കളായിട്ടുള്ള ആളുകൾ എന്ത് ചെയ്യുക, അത് ശ്രദ്ധിക്കുക. അപ്പോൾ അള്ളാഹു തആലയുടെ വിധി വിലക്കുകളനുസരിച്ച് ജീവിക്കാനുള്ള സൗഭാഗ്യം ഇനിയെങ്കിലും നമുക്കെല്ലാവർക്കും അള്ളാഹു നൽകി അനുഗ്രഹിക്കട്ടെ. എല്ലാവിധ തിന്മകളിൽ നിന്നും അള്ളാഹു തആല നമ്മളെ കാത്തുരക്ഷിക്കട്ടെ. അല്ലേ, പിന്നെ അള്ളാഹുവിൻ്റെ ജന്നാത്തുൽ ഫിർദൗസിൽ നമ്മളെല്ലാവരെയും അള്ളാഹു ഒരുമിച്ച് കൂട്ടട്ടെ. ആമീൻ 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 ബിറഹ്മതിക യാ അർഹമർ റഹീമീൻ. ربنا تقبل منا إنك أنت السميع العليم وتب علينا إنك أنت التواب الرحيم. سبحانك اللهم وبحمدك نشهد أن لا إله إلا أنت ونستغفرك ونتوب إليك. السلام عليكم ورحمة الله وبركاته.